ഹലോ. ക്ലാസ് നടക്കുന്നുണ്ടോ? എനിക്ക് കേൾക്കാനിട്ടാണോന്ന് അറിയില്ല. ഇല്ല, തുടങ്ങിയിട്ടില്ല. കേൾക്കുന്നില്ലേ? ഓക്കെ ഓക്കെ. Good afternoon. Good afternoon, ma'am. 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 Good afternoon. Afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Okay, once again, good afternoon to all. I think this is our first class, right? Introduction class le kandadale ullu. Ade, ma'am. Yes, ma'am. Okay, so നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്തൊക്കെയാണ് നമ്മൾ ക്ലാസ്സിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. എവറി ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ അറിയാലോ. Yes, ma'am. അറിയാം, ma'am. So we can start. Yes, ma'am. We can Okay, ma'am. lead. Okay, please. ആരാ പ്രയർ ആരാ? രണ്ട് കോർഡിനേറ്റേഴ്സ് ഉണ്ടല്ലോ. Okay. First, close your eyes. Loving God, we thank you for this day and opportunity to learn. Help us to attentive and eager to knowing knowledge. May we learn each other and form teacher. Grant us practice and understanding the help us to talent for God. Amen. Okay. So next. അമീഷ ക്രിയേറ്റ് ചെയ്ത പ്രെയർ ആണോ? സ്വന്തമാണോ? ഇല്ല മാം, ഗൂഗിളിൽ നോക്കിയതാ. ഓക്കെ, നെക്സ്റ്റ് എന്തായിരുന്നു? എന്താണ് നെക്സ്റ്റ്? തോട്ട് ഓഫ് ദി ഡേ. Thought for the day. Yes, please. Good afternoon. എൻ്റെ പേര് അഞ്ജന. തോട്ട് ഓഫ് ദ ഡേ എന്ന് പറയണത് കേൾക്കാവോ? Yes, കേൾക്കാം. ഭൂതകാലത്തിൽ നിന്നും പഠിക്കുക, വർത്തമാനകാലത്ത് ജീവിക്കുക, നാളേക്കായി പ്രതീക്ഷിക്കുക. ആൽബർട്ട് ഐൻസ്റ്റീന്റെ വാക്കുകളാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല അനുഭവങ്ങളും മോശ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മൾ എങ്ങനെയാണോ അതുപോലെ വർത്തമാനകാലത്ത് ജീവിക്കുക, നല്ലൊരു നാളേക്കായി പ്രതീക്ഷിക്കുക.
എല്ലാവർക്കും വരാനിരിക്കുന്ന നാളുകൾ നല്ലതാവട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു. താങ്ക് യു. ഓക്കെ, ഇനി എന്താ സൈൻ ഇൻ ഉണ്ടോ? സൈൻ ഇൻ, 2 പേര് സൈൻ ഇൻ ചെയ്യണം, 2 പേര് സൈൻ ഔട്ട് ചെയ്യണം ക്ലാസ് കഴിയുമ്പോൾ. അത് പറഞ്ഞില്ലേ? ടീച്ചേഴ്സ് പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞായിരുന്നു മാം. അനക്കമില്ലല്ലോ. യെസ് പ്ലീസ്. അതെങ്ങനെ ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ആണോ? അല്ല മാഡം, നമ്മൾ ഗ്രൂപ്പിൽ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവര് ക്ലാസ്സിൽ വന്നില്ല എന്ന് തോന്നുന്നു. അലീന എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാം ഇൻസ്ട്രക്ഷൻസ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കണം. അതായത് ഒരു കമ്മിറ്റി ഫോം ചെയ്യുന്നു, 2 കോർഡിനേറ്റേഴ്സ് ഉണ്ടായിരിക്കും. അവരെയാണ് ഇൻഫോം ചെയ്യേണ്ടത്. ആരാണ് പെയർ, ആരാണ് തോട്ട് ഫോർ ദ ഡേ പറയുന്നത്, ആരാണ് സൈൻ ഇൻ ചെയ്യുന്നത്, ആരാണ് സൈൻ ഔട്ട് ചെയ്യുന്നത്. തോട്ട് ഫോർ ദ ഡേ നമുക്ക് കോഡ്സിൽ പറയാം. സ്വന്തം കോഡ്സ് ആകാം, ആരുടെയെങ്കിലും ഏതെങ്കിലും എമിനന്റ് പേഴ്സൺസിന്റെ കോഡ്സ് ആകാം. അതുപോലെ തന്നെ ഒരു സ്റ്റോറിയിലൂടെ ഒരു മെസ്സേജ്, നമുക്കൊരു മോറൽ വാല്യൂ വരുന്ന ഒരു മെസ്സേജ് വരുന്ന ഒരു സ്റ്റോറി, ചെറിയൊരു സ്റ്റോറി, ഭയങ്കര വലിയ സ്റ്റോറി ഒന്നുമില്ല, അങ്ങനെ ചെയ്യാം. പിന്നെ സൈൻ ഇൻ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ ഈ സ്റ്റേജില് ആങ്കറിങ് ഒക്കെ ചെയ്യുന്നവര്, ആ സ്റ്റേജിനെയും ആ ഒരു ഓഡിയൻസിനെയും എല്ലാം വിഷ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ നിങ്ങളുടേതായുള്ള ഒരു യുണീക് സ്റ്റൈലിൽ വേണം സൈൻ ഇൻ ചെയ്യാൻ. സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് വീഡിയോ ഓൺ ചെയ്യണം എന്നാണ്, പക്ഷെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ ഓൺ ചെയ്യണമെന്നില്ല. ബട്ട് എന്നാലും ത്രൂ ആക്ഷൻസ് ആണ് നമ്മൾ സൈൻ ഇൻ ചെയ്യേണ്ടത്. ഇത് ചെയ്യിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ഷൈനസ്, ഇൻഹിബിഷൻസ്, കുറച്ച് ബ്ലോക്കിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ, പബ്ലിക്കിനെസ് ഫേസ് ചെയ്യാനൊക്കെ ഉള്ളത്, അതൊക്കെ മാറണം. നമുക്കൊരു ചാൻസ് ആണത്, അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സൈൻ ഇന്നും സൈൻ ഔട്ടും. ഹോൾ ക്ലാസ് ആണ് ശരിക്കും ചെയ്യേണ്ടത്, പക്ഷെ നമുക്ക് അതിനുള്ള സമയമില്ല, 1 hour അല്ലേ ഉള്ളൂ. 2 പേര് സൈൻ ഇൻ ചെയ്യുക. ക്ലാസ് കഴിയുമ്പോൾ എല്ലാ ക്ലാസ്സിലുള്ള എല്ലാരെയും വിഷ് ചെയ്ത് സൈൻ ഇൻ ചെയ്യുക. അതിനുശേഷം ക്ലാസ് കഴിഞ്ഞിട്ട് സൈൻ ഔട്ട് ചെയ്യുക. ബൈ പറഞ്ഞ് താങ്ക് യു പറഞ്ഞു പോവുക. പല ബാച്ചുകളും പല രീതിയിൽ ചെയ്യുന്നുണ്ട്. ചില ബാച്ചുകൾ സൈൻ ഔട്ട് ചെയ്യുമ്പോൾ അന്നത്തെ ക്ലാസ്സിന്റെ കാര്യങ്ങളൊന്ന് ബ്രീഫ് ചെയ്യാറുണ്ട്. അതൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. ലേറ്റ് ആയിട്ട് കയറുന്നവർക്കൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് പ്രീവിയസ് ക്ലാസ്സിൽ എന്തായിരുന്നു എന്നുള്ളത് പറഞ്ഞ് എല്ലാരെയും വിഷ് ചെയ്ത് സൈൻ ഇൻ ചെയ്യാം. അതൊക്കെ നമുക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. പിന്നെ പ്രെയർ ആക്ച്വലി നമ്മൾ എല്ലാവരും തന്നെ ക്രിയേറ്റ് ചെയ്യണം. പ്രെയർ അത് ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കണം. ഓക്കെ, നമുക്ക് പക്ഷെ ക്ലാസ്സിൽ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഹിന്ദിയിലോ ഒക്കെ പ്രെയർ ചെയ്യാം. ബട്ട് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ തന്നെത്താനെ ഇംഗ്ലീഷിൽ പ്രെയർ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഞങ്ങളൊക്കെ ആയിരുന്ന സമയത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് പ്രെയർ അത് ഓൺലൈൻ ക്ലാസ് അല്ലല്ലോ, നിങ്ങളിങ്ങനെ വട്ടത്തിലിരിക്കും, സർക്കിളിൽ ഇരുന്നിട്ട് എല്ലാരും പ്രെയർ ക്രിയേറ്റ് ചെയ്യും. നമുക്ക് ടൈം തരും. ഇപ്പൊ ഒരു ഈ വീക്ക് പറഞ്ഞിട്ട് നെക്സ്റ്റ് വീക്ക് വരുമ്പോ എല്ലാരും പ്രെയർ പ്രിപ്പയർ ചെയ്തിട്ട് വരണം. നത്തിങ് റിലീജിയസ്, അങ്ങനെ ഒരു പ്രെയർ ആയിരിക്കണം നമ്മളുടെ. ഓക്കെ, നമ്മൾ എന്താ പറയാ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മള് ബിലീഫ് ഒക്കെ അനുസരിച്ചുള്ള പ്രെയർ ഒക്കെ നമുക്കുണ്ട്. ഇറ്റ്സ് ഓക്കെ. ബട്ട് റിലീജിയസ് ആയിട്ടല്ലാത്ത രീതിയിൽ നമ്മളൊരു പ്രെയർ ചെയ്യണം. നമ്മുടെ യൂണിവേഴ്സിനെ താങ്ക് യു പറഞ്ഞിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ, നമുക്ക് കിട്ടിയ ബ്ലെസ്സിങ്സിനെ താങ്ക് യു പറഞ്ഞിട്ടോ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പ്രെയർ ചെയ്യണം. ആ ഒരു പ്രെയർ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് വട്ടത്തിലിരുന്നിട്ട് എല്ലാവരുടെയും കയ്യിലേക്ക് ഇങ്ങനെ ഷെയർ ചെയ്ത് അപ്പൊ നമ്മൾ എഴുതിയ പ്രെയർ ബാക്കി എല്ലാവരും വായിക്കും. എന്നിട്ട് പിന്നെ വോട്ടിംഗ്, ആ വോട്ടിങ്ങിന് തിരഞ്ഞെടുക്കും ഏത് പ്രെയർ ആണ് നല്ലതെന്ന്. ഇപ്പൊ മാക്സിമം ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളുടെ പ്രെയർ സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഇയർ മുഴുവനും ആ ക്ലാസ്സിൽ ആ പ്രെയർ ആയിരിക്കും ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ വേണ്ട. നമുക്ക് എല്ലാവരുടെയും പ്രെയർ ഓരോരുത്തരും അവരവരെ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ മാറി 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 നമുക്ക് ആ പ്രെയർ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം. ഓക്കെ, ആ രീതിയിലാവുമ്പോൾ എല്ലാവരുടെയും പ്രെയർ നമുക്ക് കേൾക്കുകയും ചെയ്യാം, ഒരു ചാൻസ് കിട്ടുകയും ചെയ്യുമല്ലോ. അങ്ങനെ ചെയ്യാം. ഓക്കെ, ഫൈൻ. നമുക്കിനി ക്ലാസ്സിലേക്ക് പോവാം. നിങ്ങൾ ഏത് ലെസൺ ആണ് നിങ്ങൾക്ക് പഠിപ്പിച്ചിരിക്കുന്നത് ടീച്ചേഴ്സ്? ഫസ്റ്റ് യൂണിറ്റ് എടുത്തിട്ടുണ്ട് അല്ലെ? മോഡ്യൂൾ 1-നെ 4 പാർട്ടായി ഡിവൈഡ് ചെയ്തതിലെ പാർട്ട് 1-ലെ ഫസ്റ്റ് യൂണിറ്റ് എടുത്തു കഴിഞ്ഞോ? മോഡേൺ കൺസെപ്റ്റ് ഓഫ് അശ്വതി മിസ് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, തേർഡ് യൂണിറ്റ് 4 എടുത്തിട്ടുണ്ട്. ആണോ? തേർഡ് എടുത്തിട്ടില്ല.
ഞാൻ എടുക്കാൻ പോകുന്നത് യൂണിറ്റ് 2 ആണ്, ഹെൽത്ത് ആൻഡ് ഹൈജീൻ. അതാണ് യൂണിറ്റ് 2. അപ്പോ എനിവേ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അസുഖങ്ങൾ, ഡിസീസസ്, അതിനെ പ്രിവെന്റ് ചെയ്യാം, അതിനുള്ള പ്രിക്വേഷൻസ് എന്തൊക്കെ എടുക്കാം, ഹെൽത്തി ആയിട്ട് മ്യൂട്ട് ചെയ്യാമോ? എന്തെങ്കിലും പറയുവാണോ? ജൂലി ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? യെസ്, താങ്ക് യു. ഓക്കെ, സോ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആണ് ഞാൻ എടുക്കുന്നത്. അപ്പം ഫസ്റ്റ് യൂണിറ്റില് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനസ്, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കുവാണെങ്കിൽ ആ ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് ആയിട്ട് നമ്മളൊരു ഹെൽത്ത് ട്രയാങ്കിൾ വരയ്ക്കുവാണെങ്കിൽ, ഒരു ട്രയാങ്കിൾ വരയ്ക്കണമെങ്കിൽ 3 സൈഡ് എന്തായാലും വേണം. ഒരു സൈഡ് കുറഞ്ഞു പോയാൽ ആ ട്രയാങ്കിൾ കംപ്ലീറ്റ് ആവില്ല, അല്ലെ? അപ്പൊ നമ്മൾക്കൊരു ഹെൽത്ത് ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ആ ഹെൽത്ത് ട്രയാങ്കിൾ കംപ്ലീറ്റ് ആകണമെങ്കിൽ നമ്മളുടെ ഈ 3 കാര്യങ്ങളും നല്ല പോലെ ആയിരിക്കണം, നല്ല സൗണ്ട് ആയിരിക്കണം. അതായത് ഫിസിക്കൽ ഫിറ്റ്നസ്, ഹെൽത്ത്, വെൽനസ്, അല്ലെ? 3ഉം നല്ലതുപോലെ നമ്മൾ നോക്കണം. നമ്മൾ ഹെൽത്തി ആയിരിക്കാൻ നമുക്കറിയാം, നല്ല ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹെൽത്തി ആയിരിക്കും. അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് പ്രൊട്ടക്റ്റീവ് ഫുഡ് കഴിക്കാം, എനർജി കിട്ടാനായിട്ട് എനർജി ഗിവിങ് ഫുഡ് കഴിക്കാം. ഈ കുട്ടികള് നല്ല ബോഡി ബിൽഡ് ചെയ്യണം, അങ്ങനെയുള്ള ആഗ്രഹമാണെങ്കിൽ ബോഡി ബിൽഡിങ് അങ്ങനത്തെ ഫുഡ് കഴിച്ചു പോകാം. ഓക്കെ, പിന്നെ അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നല്ല ഹൈജീൻ ആയിട്ട് കുക്ക് ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല ക്ലീൻ വാട്ടർ നമ്മൾ എടുക്കണം, അതുപോലെ തന്നെ ഫ്രഷ് എയർ നമുക്ക് കിട്ടണം, അല്ലെ? നമ്മൾ തന്നെ വേസ്റ്റ് ഒന്നും കത്തിച്ച് ആവശ്യമില്ലാത്ത ഈ ടോക്സിക് ആയിട്ടുള്ള ഗ്യാസസ് ഒന്നും പുറത്തേക്ക് പോകുന്ന രീതിയിലുള്ള വേസ്റ്റ് നമ്മൾ തന്നെ കത്തിക്കരുത്. കാരണം നമ്മുടെ പേഴ്സണൽ ഹൈജീൻ മാത്രമല്ല, നമ്മുടെ ഡൊമസ്റ്റിക് ഹൈജീൻ, നമ്മുടെ വീട്ടിനകത്തെ ഹൈജീൻ, നമ്മുടെ പുറത്തുള്ള ഹൈജീൻ എല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ്. അസുഖം നമുക്ക് മാത്രം വരാതിരിക്കുക എന്നുള്ളതല്ല, നമ്മൾക്കും നമ്മളുടെ ചുറ്റുപാടുള്ളവർക്കും, നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്തി ആയിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ ഒരു സൊസൈറ്റിയിൽ തന്നെ നല്ല മാറ്റങ്ങൾ വരും, അല്ലെ? ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നല്ല രീതിയിലായാലാണ് ഈ ഒരു ഹൈജീനിന്റെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നത്. ആ ഒരു ഹെൽത്ത് ട്രയാങ്കിളില് ഈ 3 പാരാമീറ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുള്ള ഹെൽത്ത് ട്രയാങ്കിളിന്റെ 3 മെയിൻ പാരാമീറ്റേഴ്സ് ആണ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. ഓക്കെ, നമുക്കറിയാം നമ്മൾക്ക് ഭക്ഷണം കഴിച്ച് നമുക്ക് നല്ല ഹെൽത്ത് ഉണ്ടാവും, അല്ലെ? പക്ഷെ മനസ്സിനൊരു സന്തോഷവും സമാധാനവും ഇല്ലെങ്കിലോ? ശരീരത്തിന്റെ ആരോഗ്യത്തിനുള്ള ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം നമ്മളും കഴിക്കും, നമ്മളുടെ വീട്ടിലുള്ളവർക്കും കൊടുക്കും, കുട്ടികൾക്കും കൊടുക്കും, അല്ലെ? കുട്ടികൾക്കും കൊടുക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കും. ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ വളരെ കരുതലോടുകൂടിയാണ് ആ വീട്ടിലുള്ളവർ ആ കുട്ടിയുടെ കാര്യം നോക്കുന്നത്, അല്ലെ? അപ്പൊ ആ കുട്ടിക്ക് വേണ്ട ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. അതുപോലെ പ്രായമായ ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ പ്രായമാകും തോറും നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇത്തിരി ബുദ്ധിമുട്ടായി വരും. ചിലപ്പോ ഡൈജസ്റ്റ് ആകാൻ സമയമെടുക്കുന്ന, അല്ലെങ്കിൽ കുറെ സമയം എടുത്ത് ഡൈജസ്റ്റ് ആകുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കും. ഫൈബർ കണ്ടന്റ് ഉള്ള ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങും, അല്ലെ? പ്രായമാകും തോറും നമുക്ക് പെട്ടെന്ന് ദഹിക്കാൻ പറ്റുന്ന, പെട്ടെന്ന് ഡൈജസ്റ്റ് ആകാൻ പറ്റുന്ന, ബോഡിയുടെ മെറ്റബോളിസം നല്ലപോലെ നടക്കണമെങ്കിൽ പെട്ടെന്ന് ഡൈജസ്റ്റീവ് ആകുന്ന ഭക്ഷണം കഴിക്കണം. നമ്മളിപ്പോ യൂത്ത് ഒക്കെയാണ്, ദാറ്റ് മീൻസ് ആ സമയത്ത് കുറച്ച് ഫാറ്റും അങ്ങനെയുള്ള ഭക്ഷണമൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല, ആ ഒരു എനർജി ബ്രേക്ക് ഡൗൺ ഒക്കെ പെട്ടെന്ന് നടക്കും. പക്ഷെ പ്രായമായ ആൾക്കാർക്ക് പതുക്കെയാവും. അപ്പൊ അവർക്ക് കുറച്ച് ലൈറ്റ് ഫുഡ്, പക്ഷെ എന്ന് കരുതിയിട്ട് അവർക്ക് അസുഖങ്ങൾ വരാതിരിക്കാനും നോക്കണം, അവർ വീക്ക് ആകാനും പാടില്ല. ആ രീതിയിൽ അവരുടെ ഡയറ്റ് മാറും. നമ്മളും പ്രായമാകുമ്പോൾ നമ്മുടെ ഡയറ്റ് ഏജിനനുസരിച്ച് നമ്മളും ഡയറ്റ് ചേഞ്ച് ചെയ്യാറുണ്ട്, അല്ലെ? ചെറുപ്പത്തിൽ മധുരം നല്ലതുപോലെ കഴിച്ചു, പിന്നെ മധുരം നമ്മൾ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി, ആവശ്യത്തിനാക്കി, അങ്ങനെ ആ രീതിയിൽ പോകും. പിന്നെ എന്തെങ്കിലും ക്രോണിക് ഡിസീസസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഭക്ഷണത്തിൽ ഒരു കൺട്രോൾ വെക്കാറുണ്ട്. ഇപ്പൊ ഡയബറ്റിക്, തൈറോയിഡ്, അല്ലെങ്കിൽ എന്താ പറയാ കൊളസ്ട്രോൾ, അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ചില ഫുഡൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള ക്രോണിക് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ഡയറ്റ് കൺട്രോൾ ചെയ്യും. ഓക്കെ, ഇങ്ങനെയെല്ലാം നമ്മൾ നോക്കുന്നു ഭക്ഷണത്തിന്റെ കാര്യത്തിൽ. ദാറ്റ് മീൻസ് നല്ല ന്യൂട്രിയൻസ് ആയിട്ടുള്ള ഭക്ഷണം നമ്മളുടെ ശരീരത്തിന് കൊടുക്കും. ഓക്കെ, ശരീരത്തിന്റെ ആരോഗ്യം നമ്മൾ അങ്ങനെയൊക്കെ കാത്തു സൂക്ഷിക്കുന്നു. നമ്മൾ എപ്പോഴും ടെൻഷൻ പിടിച്ച്, എപ്പോഴും നമുക്ക് വിഷമം, എപ്പോഴും എന്തെങ്കിലും ആലോചിക്കുമ്പോഴേ ആകെപ്പാട് ടെൻഷനാണ്. ദാറ്റ് മീൻസ് നമ്മുടെ മനസ്സിങ്ങനെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുവാണ്, അല്ലെ?
മനസ്സിന്റെ ആരോഗ്യം പ്രധാനമാണോ? മെന്റൽ ഹെൽത്ത് അത് പ്രധാനമാണോ? അപ്പൊ ശരിക്കും അപ്പൊ മനസ്സിന് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള എന്ത് ഫുഡ് നിങ്ങൾ കൊടുക്കും? Ma'am, we should eat fruits and vegetables. For മനസ്സിൽ നല്ല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതൊക്കെ. We should be positive always. We should be positive mind, ma'am. yeah, yes, that is positive nutrients നമ്മൾ കൊടുത്തോണ്ടിരിക്കണം മനസ്സിന്, അല്ലെ? പോസിറ്റീവ് ഫീലിങ്സ്, പോസിറ്റീവ് ഇമോഷൻസ്, അതാണ് പോസിറ്റീവ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. സോ മനസ്സിന്റെ ആരോഗ്യം, മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നിങ്ങൾക്ക് ഈ പാർട്ടിൽ ഞാൻ എടുക്കുന്നത് യൂണിറ്റ് 2ഉം യൂണിറ്റ് 6ഉം ആയിരിക്കും. യൂണിറ്റ് 2 ഹെൽത്ത് ആൻഡ് ഹൈജീൻ, ശരീരത്തിന്റെ ആരോഗ്യം, ഹൈജീൻ. യൂണിറ്റ് 6 വരുമ്പോ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. യൂണിറ്റ് 6ലേക്ക് വരുമ്പോ വേറൊരു കാര്യം കൂടെ നിങ്ങളെ പഠിപ്പിക്കും. അത് നിങ്ങളുടെ സിലബസിലും ഇല്ല, ടെക്സ്റ്റിലും ഇല്ല. അത് പഠിപ്പിക്കാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് we all are here to take care of our kids. Our kids means നമ്മുടെ സ്വന്തം മക്കളെ മാത്രമല്ല, നമ്മൾക്ക് എവിടെയൊക്കെ എത്തിപ്പെടാൻ പറ്റുമോ അവിടെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ. ഇറ്റ്സ് നോട്ട് റെസ്പോൺസിബിലിറ്റി, ഇറ്റ് ഈസ് അക്കൗണ്ടബിലിറ്റി. റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടബിലിറ്റി തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അക്കൗണ്ടബിലിറ്റി ഈസ് റെസ്പോൺസിബിലിറ്റി തന്നെയാണ്, ബട്ട് ഫോക്കസിങ് ഓൺ സംവൺ ഓർ സംതിങ്. നമ്മളുടെ ഫോക്കസിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളാണ്, അവരെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. സോ അത് അറിയണമെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ ബിഹേവിയർ പാറ്റേൺ നമ്മൾ അറിയണം. അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഇമോഷൻസ്, അവർക്ക് എപ്പോഴെങ്കിലും ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ടോ, നമ്മളുടെ സപ്പോർട്ട് വേണോ, അങ്ങനെയാണെങ്കിൽ അവിടെ പെട്ടെന്ന് ഓടിച്ചില്ല. ഇതൊക്കെയാണ് നമ്മുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഇത് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ അറിയും. ഒരു മുറിവ് നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും പറ്റി ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ അറിയാം, നമുക്ക് തന്നെ പറ്റി ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ അറിയാം അല്ലെ? നമ്മൾ അത് ടേക്ക് കെയർ ചെയ്ത് ഉണങ്ങുന്നവരെ നമ്മളത് നോക്കും, ശരിയല്ലേ? ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു വിഷമം, അവിടെ ഒരു പാടുണ്ടല്ലോ, പാട് കളയാൻ എന്താ നോക്കട്ടെ എന്നുള്ള അതിന്റെ വഴിക്ക് നമ്മൾ പോവാറുണ്ട്, ശരിയാണോ? സൗന്ദര്യത്തെ പാടാണെങ്കിൽ അതിന്റെ വഴിക്ക് പോകൂലേ? അപ്പൊ അങ്ങനെ മനസ്സിലൊരു മുറിവ് പറ്റിയാൽ അതിനെ നിങ്ങൾ എങ്ങനെ ടേക്ക് കെയർ ചെയ്യും? നമ്മൾ അവരോട് Yes, ma'am. We should follow yoga, ma'am. Yoga. Yes, definitely. And who is that? You know yoga? Yes, ma'am. Divya. Divya Rajesh, ma'am. Yes, ma'am. Divya Rajesh. Okay, Divya, can you just do the basics of yoga in one of our session? എന്ത് വേണ്ട, ഞാൻ ദിവ്യയോട് ചോദിച്ചത് യോഗയുടെ ഏതെങ്കിലും ബേസിക് സ്റ്റെപ്സ്. നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ അങ്ങനെയാണ് കേട്ടോ. മെഡിറ്റേഷൻ അറിയാവുന്നവർ ഒരു ദിവസം ക്ലാസ്സിൽ മെഡിറ്റേഷൻ ലീഡ് ചെയ്യണം. പിന്നെ യോഗ ആയിട്ടുള്ള കാര്യങ്ങള് അത് ചെയ്യാം. 10 minutes. മാം, ഞാൻ കണ്ടിന്യൂസ് ആയിട്ടൊന്നും ചെയ്യില്ല മാം, എപ്പോഴെങ്കിലൊക്കെ ചെയ്യാറുള്ളൂ. മാം, ഞാൻ വേണമെങ്കിൽ എടുക്കാം. ഞാൻ ബി.എഡ് കോളേജില് യോഗ എടുക്കാൻ പോവാറുണ്ട്. അഞ്ജന ലക്ഷ്മി. ഓക്കെ ദിവ്യ, then അഞ്ജന എടുക്കട്ടെ അല്ലേ? ഓക്കെ മാം. എന്നത്തേക്കാന്ന് പറഞ്ഞാൽ മതി, ഞാൻ എടുത്തു തരാം. അഞ്ജന ഇന്ന് റെഡി അല്ലല്ലോ? റെഡിയാണോ? ഇന്ന് റെഡിയല്ല. ഓക്കെ, നിങ്ങൾ പ്ലാൻ ചെയ്തോളൂ. എന്റെ ക്ലാസ്സിൽ തന്നെ വേണമെന്നില്ല, ഏത് ടീച്ചറുടെ ക്ലാസ്സിലാണെങ്കിലും ഇറ്റ്സ് വെരി നൈസ്. നമുക്ക് ഒരു ദിവസം മെഡിറ്റേഷൻ ഒരാൾക്ക് ലീഡ് ചെയ്യാൻ പറ്റും. മെഡിറ്റേഷൻ ഒക്കെ നല്ലപോലെ ചെയ്യുന്നവരോടെ കാണും. നമ്മളെല്ലാ ദിവസവും ചെയ്യേണ്ടതാണ്, പക്ഷെ നമുക്ക് സമയപരിമിതി മൂലം ഇവര് ലീഡ് ചെയ്യും. അത് മനസ്സിലാക്കിയിട്ട് വീട്ടിൽ നിന്നും പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് അങ്ങനെ ചെയ്യാം. എവറി ഡേ ഒരു 10 minutes 20 minutes ഒക്കെ അതിന് മാറ്റി വെക്കാന്ന് വെച്ചാൽ നമുക്ക് ടൈം ഇല്ല. ഒരു ഫുൾ ഡേ ക്ലാസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഹാഫ് ആൻ അവർ ഒക്കെ അതിന് വേണ്ടി മാറ്റി വെക്കായിരുന്നു. യോഗ മെഡിറ്റേഷൻ മാത്രമല്ല, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അറിയുന്നവരുണ്ടെങ്കിൽ അവർക്കും ഒരു ക്ലാസ് തന്നെ കൊടുക്കും. ഒരു ദിവസം അവർക്ക് ക്ലാസ് എടുക്കാം. അതൊക്കെ നമുക്ക് പിന്നെ പ്ലാൻ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പഠിപ്പിച്ച് തരുന്നതിന്റെ ഒപ്പം തന്നെ ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. അപ്പൊ മെറ്റീരിയൽസ് ഒക്കെ എന്തൊക്കെ വേണമെന്നൊക്കെ നോക്കിയിട്ട് നമുക്കൊരു ലോ കോസ്റ്റില് ഇപ്പൊ വീട്ടിലൊക്കെ തന്നെ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടോ കുറച്ചൊക്കെ പുറത്തുനിന്ന് വാങ്ങുന്ന രീതിയിൽ നമുക്ക് ആ രീതിയിൽ അതൊക്കെ നിങ്ങളുടെ ഈ ക്ലാസ്സിന്റെ ഒപ്പം ഉള്ളതാട്ടോ. ക്രിയേറ്റിവിറ്റി
അല്ലാണ്ട് തിയറി മാത്രമല്ല, നമുക്ക് കംപ്ലീറ്റ് ക്രിയേറ്റിവിറ്റി ആക്ടിവിറ്റീസ് വേണം. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. സോ ഓക്കെ, അപ്പൊ ഞാൻ ഹെൽത്ത് ആൻഡ് ഹൈജീൻ യൂണിറ്റ് 2 ആണ് എടുക്കാൻ പോകുന്നത്, മോഡ്യൂൾ 1 പാർട്ട് 1. യൂണിറ്റ് 2 നിങ്ങൾക്ക് എല്ലാവർക്കും ടെക്സ്റ്റ് ഒക്കെ കിട്ടിയോ? ഇല്ല മിസ്, കുറച്ചുപേർക്ക് കിട്ടി. പിന്നെ ഓക്കെ, പിന്നെ ടെക്സ്റ്റ് കിട്ടുമ്പോൾ ചിലപ്പോൾ മേ ബി അതിൽ കുറച്ച് കറക്ഷൻസ് ഒക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ഡോണ്ട് ബ്ലെയിം അതേഴ്സ് ബിക്കോസ് ഇറ്റ് ഹാപ്പൻസ്. കാരണം ടെക്നിക്കൽ പല ഇഷ്യൂസ് ഉണ്ടാവും. നമ്മുടെ ഈ സിസ്റ്റം ഓട്ടോ റീഡ് ചെയ്യും. ചില വേർഡ് സിസ്റ്റം അങ്ങ് തന്നെ മാറ്റലുണ്ട്. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ അങ്ങനെ വരും. അപ്പൊ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ എടുക്കുന്ന പോർഷൻ ഞാൻ അപ്പൊ തന്നെ കറക്റ്റ് ചെയ്ത് തരാം. അപ്പൊ അതൊക്കെ ചെറിയ ചെറിയ കറക്ഷൻസ്, പിന്നെ ചില കാര്യങ്ങൾ അവിടെ ഒന്ന് ആഡ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അത് അപ്പൊ തന്നെ നോട്ട് ചെയ്ത് പോവുക. അപ്പോ മോഡ്യൂൾ 1 പാർട്ട് 1 യൂണിറ്റ് 2 ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഞാൻ അതൊന്ന് ഷെയർ ചെയ്യാം, ഒന്ന് നോക്കിയെടുക്കട്ടെ കേട്ടോ. ഓക്കെ, കിട്ടി. അപ്പൊ പാർട്ട് 2 ഹെൽത്ത് ട്രയാങ്കിളിലെ 3 കാര്യങ്ങളും മനസ്സിൽ വരണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഇത് ഇങ്ങനെ മനസ്സിലായിട്ട് വരുള്ളൂ. 3 ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് ആണ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനെസ്. നമുക്ക് ഹെൽത്തും വെൽനെസ്സും പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒന്ന് തന്നെയാണോ എന്നൊക്കെ ഒരു സംശയം തോന്നും കേട്ടോ. പക്ഷെ അതില് ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, സമയത്ത് നല്ല ന്യൂട്രീഷ്യസ് ഫുഡ് കിട്ടുന്നു, നമ്മൾ ഫിസിക്കൽ എക്സസൈസ് ഒക്കെ ചെയ്ത് ഫിസിക്കലി ഫിറ്റ്നസ് അതൊക്കെ കാത്തു സൂക്ഷിക്കുന്നു. പക്ഷെ ഒരു സമാധാനവും വീട്ടിലില്ല. ഭയങ്കര വഴക്ക്. നമ്മൾ വഴക്കുണ്ടാക്കുന്നു, വേറെ ആൾക്കാരെ വഴക്കുണ്ടാക്കുന്നു. നമ്മൾ എപ്പോഴും ദേഷ്യപ്പെട്ടിരിക്കുന്നു, നമുക്ക് സന്തോഷമില്ല. അങ്ങനെയായി നമ്മൾ വെല്ലാണോ? നമുക്ക് സുഖമുണ്ടോ? No, ma'am. സോ ദാറ്റ് ഈസ് വെൽനെസ്. ഈ 2 കാര്യങ്ങളുടെ ഒപ്പം തന്നെ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. അതാണ് വെൽനെസ്. ഓഫീസ് നമുക്ക് ജോലി ഉണ്ട്, നല്ല ശമ്പളം കിട്ടുന്നു, പക്ഷെ എന്നും നമ്മളുടെ ബോസിന്റെ വഴക്ക, സ്ട്രെസ്സാണ്. നമുക്ക് സുഖമുണ്ടോ? വീട്ടിൽ മാത്രമല്ലല്ലോ പ്രശ്നം, ഓഫീസ് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നമുക്ക് പറ്റാണ്ട് വരും. സോ ദാറ്റ് മീൻസ് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റിനെ തന്നെ ബാധിക്കുന്ന പല കാര്യങ്ങൾ വരും. അപ്പൊ ഈ വെൽനെസ് എന്ന് പറയുന്നത് അതാണ്. നമ്മൾ സോഷ്യലൈസ് ചെയ്യുന്നിടങ്ങളിലെല്ലാം നമ്മൾക്കൊരു പീസ്, ഹാർമോണിയസ് ആയിട്ടുള്ളത്. ഹാർമണി എന്ന് പറയുന്നത് സന്തോഷത്തിന്റെ, ഹാപ്പിനെസിന്റെ പീക്കിനെയാണ് കേട്ടോ പറയുന്നത്. ഭയങ്കര ഒരു ഹാർമണി ഫീൽ ചെയ്യണം അല്ലെ? നിങ്ങൾ ഓർക്കും, ഈ മോണ്ടിസോറി പഠിക്കുമ്പോൾ എന്തിനാ ഈ ഹെൽത്ത് ഒക്കെ പഠിക്കുന്നത്? നേരെ മോണ്ടിസോറി ക്ലാസ് എന്താന്ന് വെച്ചാൽ പഠിച്ചാൽ പോരെയാണ്. നമ്മളിത് പഠിക്കാൻ കാരണം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസ്, അവരിൽ വരുന്ന ഡിസീസസ്, അതിനെ പ്രിവെന്റ് ചെയ്യാൻ പ്രിക്കോഷൻസ് എന്തൊക്കെ എടുക്കണം അതൊക്കെ അറിയാൻ വേണ്ടിയാണ്. പിന്നെ അത് മാത്രമല്ല, അവരുടെ ഓരോ ഏജിലും അവർക്ക് കൊടുക്കേണ്ട ന്യൂട്രീഷ്യസ് ഫുഡ് അതെന്താണ്, അവർക്ക് വൈറ്റമിൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ഡെഫിഷ്യന്റ് ആയി കഴിയുമ്പോൾ അവരിൽ എന്തൊക്കെ അസുഖങ്ങൾ വരാം. അങ്ങനെ ഡെഫിഷ്യൻസി മൂലം പലപ്പോഴും അവരുടെ വിഷൻ പ്രോബ്ലംസ് ഒക്കെ വരാം അല്ലെ, നമുക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ കാരണം. പിന്നെ ബോൺസിന് പ്രോബ്ലം വരാം, മസിൽസിന് ചില പ്രോബ്ലംസ് വരാം. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളൊരു സ്കൂളിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ മുന്നിൽ വളരെ ഷാബിയായി വീക്കായിട്ടൊരു കുട്ടി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണം എന്തുകൊണ്ടാണ് ആ കുട്ടി മാൽ ന്യൂട്രീഷൻ ആണോ, ശരിയായ രീതിയിലുള്ള പോഷകങ്ങൾ കിട്ടാത്ത കൊണ്ടാണോ കുട്ടി അങ്ങനെ. അപ്പൊ നമുക്ക് ഇടപെടാൻ പറ്റുന്ന ഇടമാണെങ്കിൽ നമ്മൾക്കത് ചെയ്യാം. അതല്ല ഹൈജീൻ, നല്ല വൃത്തിയുള്ള സാഹചര്യത്തിൽ നല്ല വരുന്നത്, അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ ഇതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ ഇതിനെപ്പറ്റി അറിയണം. അതുകൊണ്ടാണ്. അപ്പൊ ഡോണ്ട് ഫോക്കസ് ഓൺ യുവർ ടെക്സ്റ്റ് ഓൺലി. ടെക്സ്റ്റ് നമുക്ക് വേണം, അത് ആവശ്യമാണ്, പക്ഷെ അതിൽ മാത്രം ഫോക്കസ്. ഇപ്പൊ എന്ത് കിട്ടിയാലും നമ്മളുടെ ഫിംഗർ ടിപ്സിൽ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. ജസ്റ്റ് ഗൂഗിൾ ചെയ്യാം. ഞാൻ കുറെ ഗൂഗിൾ ചെയ്ത് നല്ല എന്താ പറയാ, നല്ല റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ലിങ്ക്സ് എല്ലാം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ടോപ്പിക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അതിലേക്ക് ഷെയർ ചെയ്യാം. മാക്സിമം പെൻഡിങ് വർക്ക്സ് വെക്കാതെ. ഇപ്പൊ ഒരു ആഴ്ച എൻഡ് ആയപ്പോഴേക്കും ഒരു യൂണിറ്റ് തീർന്നു, അപ്പം അതിലെ എന്തൊക്കെ ബാക്കിയുണ്ടോ, എന്തെങ്കിലും അസൈൻമെന്റ് ടീച്ചേഴ്സ് തന്നിട്ടുണ്ടോ, ആക്ടിവിറ്റി തന്നിട്ടുണ്ടോ, അത് പെൻഡിങ് ആണോ, അങ്ങനെ നോക്കി എല്ലാം ക്ലിയർ ചെയ്ത് പോവുക. ഒരു ദിവസം ഒരു 30 മിനിറ്റ്സ് മാറ്റി വെക്കാൻ പറ്റില്ലേ? 1 hour ക്ലാസ്സിനും 30 മിനിറ്റ്സ് ഇതിനും. പിന്നെ കുറച്ച് പേര് റെക്കോർഡ് ക്ലാസ് കാണുന്നവരുണ്ടാകും. അപ്പൊ അവർക്ക് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ നിങ്ങളുടെ പേഴ്സണൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അതിന് ആരെങ്കിലും ഒരാളൊന്ന് ബ്രീഫ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൽ ഇതായിരുന്നു. അപ്പൊ ചിലപ്പോൾ സമയം ഇല്ലാത്തവരാണെങ്കിൽ
അവർക്ക് അത് മതിയാകും. അല്ലെങ്കിൽ അഥവാ സമയമുള്ളവർ ഇന്നത്തെ ക്ലാസ് കൊള്ളാം, ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് അറിയേണ്ടതാണ്, ഞാനിത് കയറി നോക്കാം, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. റെക്കോർഡ് ക്ലാസ് കാണുന്നവരോട് സ്കിപ്പ് ചെയ്യരുത്, ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഓടിച്ചിട്ട് വേണമെങ്കിൽ ക്ലാസ് കണ്ടോളൂ, നോ പ്രോബ്ലം. അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നതിനോടൊപ്പം കേട്ടോളൂ, അതൊന്നും പ്രശ്നമില്ല. ഞാൻ ഇപ്പൊ ഫസ്റ്റ് 3 ബാച്ചിന്റെ വൈവ ചെയ്തുകൊണ്ടിരിക്കുവാണ്, ഓൺലൈനാണ് കേട്ടോ. അപ്പോൾ ഒട്ടും ക്ലാസ്സിൽ കയറാത്തവരെ, റെക്കോർഡ് ക്ലാസ്സും കാണാത്തവർ കേട്ടോ, ക്ലാസ്സിൽ കയറാതെ റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്കൊന്നും പ്രശ്നമില്ല, അതും കാണാത്തവർക്കും ഒരു ഐഡിയ ഇല്ലാതെയാണ് അവർ വന്നിരിക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ ഒരു വിഷമം തോന്നും. അതുകൊണ്ടാട്ടോ അങ്ങനെ പറയുന്നത്. ഞാൻ ക്ലാസ്സിൽ പറയുന്നത് റെക്കോർഡ് കേൾക്കുന്നവരും കൂടെ ഒന്ന് കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മള് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഓക്കെ, സോ ഹെൽത്ത് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞു. യെസ്, നല്ല ഫുഡ്, Health is wealth. നല്ല ന്യൂട്രീഷ്യസ് ഫുഡ് കഴിച്ചാൽ ഗുഡ് ഹെൽത്ത് വി ഗെറ്റ്. യെസ്, Ma'am, we should eat fruits and vegetables. യെസ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ദെൻ ഇമ്മ്യൂണിറ്റി പവർ. എപ്പോഴും ഹൈജീൻ ആയിരിക്കണം. നമ്മള് വൃത്തിയോടുകൂടി ആയിരുന്നാലേ ഉള്ളൂ ഏത് ഫുഡ് കഴിച്ചാലും. അളക പറഞ്ഞത് ഞാൻ കേട്ടില്ലായിരുന്നു, എന്തായിരുന്നു പറഞ്ഞേ? അല്ല, വൃത്തിയുള്ള ഷബീർ ഞാൻ കേട്ടു. അതിന് മുമ്പ് അളക എന്തോ പറഞ്ഞു, എനിക്കത് പെട്ടെന്ന് ക്ലിയർ ആയില്ല. മെന്റൽ ഹെൽത്ത്. മെന്റൽ ഹെൽത്ത്, ഓക്കെ. ഗുഡ് സ്ലീപ്പ്. അവോയ്ഡ് ജങ്ക് ഫുഡ്സ്. അവോയ്ഡ് ജങ്ക് ഫുഡ്. സമയത്ത് ഭക്ഷണം കഴിക്കണം, അതോ രോഗമില്ലാതിരിക്കുന്ന അവസ്ഥ. രോഗമില്ലാതിരിക്കുന്ന അവസ്ഥ. ഇനി ഹൈജീൻ എന്ന് കേൾക്കുമ്പോഴോ? Ma'am, clean and clear. Take clean dress, wear clean dress. നമ്മൾ ഹൈജീനിക് ആയിട്ടുള്ള ഭക്ഷണം. ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ കുക്ക് ചെയ്യുന്നത് തന്നെയാണ്, അല്ലേ? Ma'am, Opened food avoid. we should not eat hotel foods. ഹോട്ടല് നടത്തുന്ന ആരെങ്കിലും ഉണ്ടോ ക്ലാസ്സില്? നല്ലപോലെ തുറന്നു കിടക്കുന്ന ഭക്ഷണം ഒഴിവാക്കുക. അതെ രാജലക്ഷ്മി, തുറന്നു വെച്ചിരിക്കുന്ന, അതില് പലപ്പോഴും നമുക്കറിയില്ല, അറ്റ്മോസ്ഫിയറിൽ പല രീതിയിലുള്ള ജെംസ് ഉണ്ടാവും, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത, അല്ലെ? അപ്പൊ തുറന്നു വെച്ചിരിക്കുന്നത്, അതിനകത്ത് അതെല്ലാം കയറി പറ്റും. ഓക്കെ, അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. യെസ്, നമ്മളുടെ വ്യക്തി ശുചിത്വം, പേഴ്സണൽ ഹൈജീൻ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെ വീടും പരിസരവും എല്ലാം ശുചിത്വം, ഹെൽത്ത് ഹൈജീൻ ആയിട്ട്. ഹൈജീൻ, നമ്മളുടെ വീടും പരിസരവും എല്ലാം ഹൈജീൻ ആയിരിക്കണം. പല ആൾക്കാരും വീടിനുള്ളിൽ അടുത്ത വീട്ടിലേക്ക് അല്ലെങ്കിൽ അടുത്ത പറമ്പ്, ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുണ്ടെങ്കിൽ അവിടേക്ക് കുറെ വേസ്റ്റ് കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്യും. ഇപ്പൊ ലോക്കൽ അതോറിറ്റീസ് വേസ്റ്റ് മാനേജ്മെന്റിന് പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്താലും അവര് എന്താ പറയാ, ഇങ്ങനെ ആൾക്കാർ അത് അങ്ങ് ചെയ്തു പോയി, അതൊരു ശീലമായി പോയതുപോലെ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടതാണ്, എനിക്ക് ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ ആണ്, ബട്ട് അത് നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു ആള് ഡോക്ടറുടെ അടുത്ത്, ഡോക്ടർ കണ്ടിട്ടുണ്ടാകണം, ഡോക്ടറെ കാണാനായിട്ട് വരികയാണ്. ഡോക്ടറെ കണ്ടിട്ടുമ്പോ ഡോക്ടർ ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഐഡന്റിഫൈ ചെയ്ത് ആൾക്ക് ലങ്സ് ക്യാൻസർ ആണ്. പുള്ളി പറയുന്നത്, ഞാൻ മദ്യപിക്കില്ല, പുകവലിക്കില്ല, അങ്ങനത്തെ ദുശീലങ്ങളൊന്നുമില്ല, നല്ല ഹൈജീൻ ആയിട്ടുള്ള ഫുഡ് ആണ് കഴിക്കുന്നതെന്ന് പറഞ്ഞപ്പോ ഡോക്ടർ പറയാണ്, നമ്മള് ലങ്സിന്റെ പ്രശ്നം പലപ്പോഴും നമ്മൾ സ്മോക്ക് ചെയ്യുന്നതുകൊണ്ടോ അങ്ങനെയൊന്നും ആവണമെന്നില്ല. പാസീവ് സ്മോക്കേഴ്സ്, വേറൊരാൾ സ്മോക്ക് ചെയ്യുമ്പോൾ ആവാലോ. പിന്നെ അത് കൂടാതെ പ്ലാസ്റ്റിക്കുകൾ കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ വളരെ ടോക്സിക് ആയിട്ടുള്ള ഗ്യാസസ് ആണ് വരുന്നത്. അത് കുറെ നമ്മളുടെ ലങ്സിലേക്ക് പോകുമ്പോഴും ഈ പ്രശ്നം വരാമെന്ന്. അപ്പോഴാണ് അയാൾ ചിന്തിക്കുന്നത്, ഈ പ്ലാസ്റ്റിക് എടുക്കാൻ മന്ത്ലി കുടുംബശ്രീക്കാർ വരുമല്ലോ, അയാൾ അവരെ ഏൽപ്പിക്കില്ല, എനിക്ക് കുറേ പറമ്പുണ്ട്, ഞാൻ ഇവിടെ വെച്ചിട്ട് കത്തിച്ചോളാന്നും പറഞ്ഞ പുള്ളി അത് കണ്ടിന്യൂസ് വരുന്ന വേസ്റ്റ് പ്ലാസ്റ്റിക് ഉൾപ്പെടെ എല്ലാം അവിടെ ഇട്ട് കത്തിക്കും. പുള്ളി തന്നെ കത്തിക്കുന്നു, അവന്റെ അടുത്ത് നിന്ന് ചുമക്കുന്ന ഒരു സീനാണ് പിന്നെ കാണിക്കുന്നത്. മീൻസ് അവരൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണെങ്കിലും അതൊരു നല്ലൊരു മെസ്സേജ് ആയിട്ട് തോന്നും. അതുകൊണ്ട് എൻ്റെ ഒരു റിലേറ്റീവ്, എന്നെക്കാളും യങ്ങായിരുന്നു, പെൺകുട്ടിയാണ്, പേരും ജിഷ എന്ന് തന്നെയായിരുന്നു. അതിന് ലങ്സ് ക്യാൻസർ വന്നാ മരിച്ചത്. കാരണം ആളുടെ അച്ഛൻ ഒരു ചെയിൻ സ്മോക്കർ ആയിരുന്നു. ആ അച്ഛൻ ഇപ്പൊ ഗിൽട്ടി ഫീലിങ്ങോട് കൂടി, വളരെ വയസ്സായി, ഗിൽട്ടി ഫീലിങ്ങോട് കൂടി ജീവിക്കുക. അങ്ങനെയൊക്കെ ഓരോരോ കേസസ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും പലപ്പോഴും. അപ്പൊ ഓക്കെ,
ഫസ്റ്റ് ആ ഒരു ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്നുള്ള ഒരു പാരഗ്രാഫിന് ഫസ്റ്റ് 2 പാരഗ്രാഫ്സ് ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും റീഡ് ചെയ്യാൻ റെഡി ആണോ? ഓക്കെ എന്നാ റീഡ് ചെയ്തോളൂ. മാം ഞാൻ വായിച്ചോട്ടെ? വായിക്കൂ പ്ലീസ്. യെസ് അടുത്ത ചാൻസ് തരാം. ഓക്കെ പ്ലീസ്. Health and hygiene. Health is a necessary condition for the development of the child. All types of development of a child, physical, social, cognitive, affective, psychomotor, language, etc., are affected by his health. Aristotle's maxim sound mind in a sound body is a completely accepted idea. മാം ഇനി വായിക്കണോ? ദിവ്യ അല്ലാതെ വേറെ ആരോ യെസ് പറഞ്ഞില്ല. എന്നാ സെക്കൻഡ് പാരഗ്രാഫ് വായിക്കട്ടെ. Health can be defined as 1 or 2 sentences. According to experts, health is not in which an individual is free from any disease. Here comes the role of health education. Health nothing but another name of hygiene. The word hygiene has been derived from the Greek word name of Greek goddess of healing, and it means health. The knowledge on health and hygiene children to achieve and maintain good health and hygiene habits by themselves as well as the society. So ഇവിടെ നമ്മളെല്ലാം കുട്ടികളെ റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്താ പറയുന്നത്. അപ്പൊ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിന്, നമുക്കറിയാം കുഞ്ഞുങ്ങൾ വളർന്നുകൊണ്ടിരിക്കുക, നമ്മളുടെ ആ ഒരു ഫിസിക്കൽ ഗ്രോത്തിന്റെ മെച്യൂരിറ്റിയിൽ എത്തിക്കഴിയും. അങ്ങനെ അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ചെറിയ കുട്ടികളെ മക്കൾ ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. പഠിക്കാൻ 10th കഴിഞ്ഞവരോ അങ്ങനെ ആരും ഇല്ലല്ലോ. ഓക്കെ, നമ്മൾ ആ ഒരു വളർച്ചയുടെ മെച്യൂരിറ്റി ആയി കഴിഞ്ഞു. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ബോഡി വെയിറ്റ് കൂടുന്നതേ ഉള്ളൂ. ഹൈറ്റ്, നമ്മളുടെ ബോൺസ്, കൈക്കാലിൻ, അതിന്റെ എല്ലാം വളർച്ച മെച്യൂരിറ്റിയിൽ എത്തിക്കഴിഞ്ഞു അല്ലെ. ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു നെസസറി കണ്ടീഷനാണ്. അതിന്റെ ഡെവലപ്മെന്റ്, ഈ ഡെവലപ്മെന്റ് ഏത് ഏരിയയിലൊക്കെ വരും? അടുത്ത പാർട്ടിലാണ് നിങ്ങൾ കുട്ടികളുടെ വളർച്ചയും ഡെവലപ്മെന്റ്, അതായത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പഠിക്കുന്നത്. അത് ശരീരത്തിന്റെ വളർച്ച മാത്രമല്ല, മാനസികമായിട്ട്, പിന്നെ ഇന്റലക്ച്വൽ പരമായിട്ട്, കോഗ്നിറ്റീവ്, ആ ബുദ്ധി, കുഞ്ഞിന്റെ ബുദ്ധി വളരുന്നത്, പിന്നെ അങ്ങനെയുള്ളതല്ല. പിന്നെ ഫിസിക്കൽ പിന്നെ സോഷ്യൽ ഡെവലപ്മെന്റ്. എന്താ സോഷ്യൽ ഡെവലപ്മെന്റ്? സമൂഹവുമായിട്ടുള്ള ഒരു ബന്ധം, സോഷ്യലൈസേഷൻ അല്ലെ. അതായത് ഒരു കുഞ്ഞ് ജനിച്ച് കുറേ നാള് കുട്ടികൾക്ക് സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. ചില കുട്ടികൾ കരയും, ചില കുട്ടികൾ സ്ട്രേഞ്ചേഴ്സിന് എടുത്തു കഴിഞ്ഞാൽ പോവില്ല, അവരുടെ അടുത്തേക്ക് പോവില്ല, അവരെ കാണുമ്പോഴേക്കും അങ്ങനെയൊക്കെ ഒരു സ്ട്രേഞ്ചർ ആൻസൈറ്റി ഉണ്ട് കുഞ്ഞുങ്ങളിൽ. അപ്പൊ അത് പിന്നെ അമ്മയുടെ അടുത്തുനിന്ന് മാറ്റുമ്പോഴേക്കും എപ്പോഴും കരച്ചിലും ബഹളവും, ഒരു സെപ്പറേഷൻ, അമ്മയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ, അമ്മയോ കെയർ ഗീവറോ ആരാന്ന് വെച്ചാൽ കുട്ടി വളരെ അടുത്തിരിക്കുന്ന വ്യക്തി, അവരിൽ നിന്ന് മാറ്റുമ്പോഴേക്കും അപ്പോഴും ടെൻഷനും കരച്ചിലും വാശിയും, അവിടെ ഒരു സെപ്പറേഷൻ ആൻസൈറ്റി ഒക്കെ വരും. ഒരു കുഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പല പാർക്ക്, കല്യാണങ്ങൾ, അങ്ങനെയൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ പറയില്ലേ, പ്രായമായവര് കുട്ടി ഇടയ്ക്കൊന്ന് പുറത്തൊക്കെ കൊണ്ടുപോകണം എന്നാലേ ഈ വാശിയൊക്കെ മാറുള്ളൂ, അങ്ങനെയൊക്കെ പറയണ കേൾക്കാറില്ലേ. ആ ഒരു പ്രായം, ഒരു 1 year അങ്ങനെയൊക്കെ കുറച്ചങ്ങ് കഴിയുമ്പോഴേക്കും ഇവര് സോഷ്യലൈസ് ചെയ്യാൻ തുടങ്ങും. ഈ സോഷ്യൽ ഡെവലപ്മെന്റ് ചില കുട്ടികൾ ഒട്ടും സോഷ്യലൈസ് ചെയ്യാതെ വരും. കുറേ പ്രായം അഡോളസൻസിൽ എത്തുമ്പോഴും ഇവർ ഈ പറയുന്ന പോലെ സോഷ്യലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടും. അപ്പൊ ആ ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് ആ കുഞ്ഞിന്റെ കാര്യത്തിൽ വീക്കായിരിക്കും. അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഇൻട്രോവേർട്ട് എന്നൊക്കെ പറയും. ബട്ട് ഇൻട്രോവേർട്ട് ആവുക എന്നുള്ളത് ഒരു പ്രശ്നമൊന്നുമല്ല. അതൊരാളുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ്. ഇൻട്രോവേർട്ട് ഒരു മോശം കാര്യമൊന്നുമില്ല, ഉൾവലിഞ്ഞ ചിലരങ്ങനെയാണ്, ചിലർക്ക് അതാണ് താല്പര്യം. അവർ കുറെ കൂടെ അവരായി കഴിയുന്നത് ആ ഒരു ലോൺലിനെസ്സിലായിരിക്കും. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് അവരൊരു പാർട്ടി സ്പോയിലർ എന്നുള്ള രീതിയിലല്ല. ഒരു ഗ്രൂപ്പിൽ ചെല്ലുമ്പോൾ അവർക്ക് പറ്റുന്ന രീതിയിൽ മിങ്കിൾ ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അത് സോഷ്യൽ ഡെവലപ്മെന്റും കുട്ടിയുടെ ഡെവലപ്മെന്റിന്റെ മെയിൻ കാര്യങ്ങളാണ്. അതായത് ഫിസിക്കൽ, ശാരീരികമായുള്ള ഡെവലപ്മെന്റ്, ഇതുപോലുള്ള സോഷ്യൽ ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ്, അവരുടെ ബുദ്ധി, അവരുടെ ഇന്റലക്ച്വൽ, അതിന്റെ വളർച്ച അല്ലെ. പിന്നെ അതെല്ലാം, പിന്നെ അതുപോലെ തന്നെ അഫക്റ്റീവ് സൈക്കോമോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കുട്ടിയുടെ മൂവ്മെന്റ് റിലേറ്റഡ്, അതായത് മസിൽസിന്റെ മൂവ്മെന്റും മനസ്സിന്റെ, സൈക്കോ എന്ന് പറഞ്ഞാൽ മെന്റൽ, മറ്റേ മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽ മൂവ്മെന്റ്, അതായത് ശരീരത്തിന്റെ ഡെവലപ്മെന്റും
ശരീരത്തിലെ മസിൽസിന്റെ മൂവ്മെന്റ്സിന്റെ ഡെവലപ്മെന്റും അതുപോലെ മനസ്സിന്റെ ഡെവലപ്മെന്റും രണ്ടും കൂടി ചേർത്തിട്ടാണ് സൈക്കോ മോട്ടർ എന്ന് എഴുതിയിരിക്കുന്നത്. പിന്നെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഡെഫിനറ്റ്ലി അല്ലെ, ഒരു കുഞ്ഞ് ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ ചില ശബ്ദങ്ങളൊക്കെ ആയിരിക്കും, ബാ ബാ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയൊക്കെ ശബ്ദമായിരിക്കും ഉണ്ടാക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകാത്ത ചില വാക്കുകളൊക്കെ അവർ പറയും. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന പലതിനും അവർ വേറെ വാക്കുകൾ പറയും അല്ലെ. ലാംഗ്വേജ് ഡെവലപ്മെന്റ് അവരിൽ വരിക. പിന്നെ നമ്മൾ പറയുന്ന കേൾക്കുമ്പോൾ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കും അതേ ശബ്ദം തന്നെ. എവിടെയെങ്കിലും വേറെ എന്തെങ്കിലും ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അതുപോലെ ശബ്ദം ഉണ്ടാക്കാൻ നോക്കും. ഇപ്പൊ ഒരു ഡോഗ് ബാർക്കിംഗ്, പട്ടി കുറയ്ക്കണ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഈ കിളികളുടെ കൂവലൊക്കെ വരില്ലേ, അപ്പൊ അത് കേൾക്കുമ്പോൾ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കും. അത് ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ഭാഗം. ചില കുട്ടികൾ പക്ഷേ ഹ്യൂമന്റെ മാത്രമേ ഇമിറ്റേറ്റ് ചെയ്യുള്ളൂ. ഓരോ കുട്ടികളുടെ രീതി അനുസരിച്ച് അവര് അനിമൽസിന്റെ ശബ്ദമൊന്നും ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കില്ല. ഒരു ഹ്യൂമന്റെ ശബ്ദം മാത്രമേ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് നോക്കുള്ളൂ. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതൊക്കെ നിങ്ങൾ ഇനി പഠിക്കും നെക്സ്റ്റ് പാർട്ടിൽ കേട്ടോ. ഞാൻ ജസ്റ്റ് ഇത് വന്നപ്പോൾ പറഞ്ഞത് ഓരോന്നും സോഷ്യൽ ഡെവലപ്മെന്റ്, ഇമോഷണൽ ഡെവലപ്മെന്റ്, ഫിസിക്കൽ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ്, അങ്ങനെ ഓരോന്നും നിങ്ങൾ ഇനി പഠിക്കും. നമ്മളുടെ ഒരു 1715 ആ ഒരു ഏത് കാലഘട്ടമാണെന്ന് എനിക്കറിയില്ല. ഒരു അരിസ്റ്റോട്ടിൽ എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു ഗ്രീക്ക് ഫിലോസഫർ ആയിരുന്നു, ഒരു പോളിമാത്ത് ആയിരുന്നു. അദ്ദേഹത്തിന് പല ഏരിയകളിൽ വളരെയധികം നോളജ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരു മാക്സിം എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ എന്നൊക്കെ പറയുന്ന പോലെ, അതായത് അത് ഇറ്റ്സ് എ ഫാക്ട്, അത് പിന്നെ ആർക്കും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നില്ല, അത് ശരിയായ ഒരു കാര്യം എന്നുള്ള മീനിങ് ആണ് മാക്സിം എന്ന് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. ഓക്കെ, ഒന്നുകൂടെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞ ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകുള്ളൂ എന്നാണ്. അപ്പൊ രണ്ടും കണക്റ്റഡ് ആണ്. ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സും അത് ഒരുമിച്ചുണ്ട്. ആരോഗ്യമുള്ള ശരീരം ആരോഗ്യമുള്ള മനസ്സ് ചിലപ്പോൾ ഉണ്ടാകില്ല, കാരണം മനസ്സിന് പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ഇല്ല അല്ലെ. അതുകൊണ്ട് രണ്ടും കണക്റ്റഡ് ആണ്. സൗണ്ട് മൈൻഡിന്റെ സൗണ്ട് ബോഡി, ഹെൽത്തി മൈൻഡിന്റെ ഹെൽത്തി ബോഡി എന്ന് കുറച്ചുകൂടെ നമ്മൾ പറയുന്നത്. സൗണ്ട് എന്നുള്ള വാക്ക് ആ ഒരു ഹെൽത്തിന്റെ ഒരു ഹൈലൈറ്റ് ചെയ്ത് പറയുന്നതാണ്. ലൈക്ക് നമ്മൾ പറയില്ലേ സൗണ്ട് സ്ലീപ്പ് അല്ലെ, നല്ല ഉറക്കം കിട്ടിയ നമ്മൾ നല്ല സൗണ്ട് സ്ലീപ്പ് ആയിരുന്നു അല്ലെ, ഗാഢനിദ്ര എന്നൊക്കെ മലയാളത്തിൽ പറയുന്നത്. അതാണ് സൗണ്ടിന്റെ മീനിങ് ഇവിടെ വരുന്നത്. ആ ഒരു പ്രിൻസിപ്പിൾ, ആ ഒരു മാക്സിം പറഞ്ഞതാണ് അരിസ്റ്റോട്ടിൽ എന്നുള്ള ഗ്രീക്ക് ഫിലോസഫർ. അദ്ദേഹം വളരെയധികം നോളജ് ഉള്ള ഒരാളായിരുന്നു. അദ്ദേഹം ആ കാലഘട്ടത്തിൽ പറഞ്ഞു, 17th സെഞ്ചുറി ആണോ 15 ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, സൗണ്ട് മൈൻഡിന്റെ സൗണ്ട് ബോഡി. അപ്പൊ ഹെൽത്ത് ഒരു നെസസറി കണ്ടീഷൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. അതിൽ കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടി ജനിച്ച് തുടങ്ങി കുട്ടിയുടെ പല ഏരിയകളും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. കുട്ടിയുടെ ശരീരം മാത്രമല്ല വളരുന്നത്, മനസ്സിനും ഡെവലപ്മെന്റ് ഉണ്ടാകുന്നുണ്ട്, ബുദ്ധി അത് ഡെവലപ്പ് ചെയ്യുന്നു, അതുപോലെ മൂവ്മെന്റ്സ് അത് ഡെവലപ്പ് ചെയ്യുന്നു, മസിൽസ്, അതുപോലെ മനസ്സ് അവിടെയും ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്, ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, കുട്ടി ആളുകളുമായി ഇന്ററാക്ട് ചെയ്യുന്ന രീതി അവിടെയും സോഷ്യലൈസ് ചെയ്യുന്നത്, സോഷ്യൽ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്, കുട്ടിയുടെ ഇമോഷൻസ് അത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. കുഞ്ഞ് ചിരിക്കും, കരയും, ചില സമയത്ത് കൺട്രോൾ ചെയ്യും, ചില സമയത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും ഇമോഷൻസ്. അപ്പൊ അതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഹെൽത്ത്. നമ്മൾ കുറേ കാര്യങ്ങൾ ഹെൽത്തിനെ പറ്റി പറഞ്ഞു. ഹെൽത്ത് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് വരണ എന്താ, നല്ല ഉറക്കം, നല്ല ഭക്ഷണം, നല്ല വൃത്തിയായിട്ടിരിക്കുക അല്ലെ. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്, ബാലൻസ്ഡ് ഫുഡ്, അങ്ങനെയെല്ലാം പറഞ്ഞു. പിന്നെ വീട്ടിൽ തന്നെ കുക്ക് ചെയ്യുന്നതാണ് നല്ലത്, ജങ്ക് ഫുഡ് ഒഴിവാക്കുക, പുറത്തെ ഭക്ഷണം മാക്സിമം നമ്മൾ ഒഴിവാക്കുക, അങ്ങനെയുള്ള രീതിയിലെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹെൽത്തിനെ നമുക്ക് വേണമെങ്കിൽ 1 or 2 സെന്റൻസിലൊക്കെ ഡിഫൈൻ ചെയ്യാം. എക്സ്പേർട്സ് പറയുന്നത് ഹെൽത്ത് എന്ന് പറയുന്നത് അസുഖങ്ങളിൽ നിന്നും നമ്മൾ ഫ്രീ ആയിരിക്കുക എന്നുള്ളതല്ല. അത് മാത്രമല്ല, അവിടെയാണ് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമുക്ക് ഒരു കാര്യത്തെ പറ്റി ഒരു നോളജ്, ഇപ്പൊ നിങ്ങളെല്ലാവരും മോണ്ടിസോറി മെത്തേഡ് എന്താന്ന് അതൊന്ന് പഠിക്കണം. എനിക്കൊരു ജോലി വേണം, സ്വന്തം കാലിൽ നിൽക്കണം, എനിക്കൊരു വരുമാനം വേണം, എനിക്ക് എന്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ ഒരു ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ ടീച്ചർ ആകാനുള്ള ആഗ്രഹം, കൊച്ചുകുട്ടികളോട് അവരുടെ കൂടെ ലൈഫ് സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹം, അങ്ങനെ കുറെ പാഷൻ, കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ എന്താ അവിടെ എല്ലാം കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക. വി ആർ ഗോയിങ് ടു ലേൺ മെനി തിങ്സ് അല്ലെ. പല കാര്യങ്ങളും നമ്മൾ പഠിക്കാനായിട്ട് വന്നിരിക്കുക. അപ്പൊ നമുക്കൊരു എഡ്യൂക്കേഷൻ, ഒരു നോളജ് അവിടെ നിന്ന് കിട്ടുക. ഇത് അറിഞ്ഞിരുന്ന് മാത്രം
കഴിഞ്ഞാൽ നമ്മളൊരു ടീച്ചർ ആകുമോ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കാൻ പറ്റുമോ? നമ്മളിത് എന്ത് ചെയ്യണം? നമ്മൾ അപ്ലൈ ചെയ്യണം അല്ലെ? നമ്മളത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യണം. നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ആ കുട്ടിയുടെ രീതിക്ക് അനുസരിച്ച് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ ഒരു ഔട്ട്കം വരുന്നത്. ഒട്ടും എഴുതാൻ അറിയാത്തൊരു കുട്ടി, മോണ്ടിസോറി മെത്തേഡ് നമുക്കറിയാം, അങ്ങനെ എഴുതാൻ അറിയാത്ത അല്ലെങ്കിൽ എഴുതാൻ പറ്റാത്തൊരു കുട്ടിക്ക് എങ്ങനെ റൈറ്റിംഗ് സ്കില്ലിലേക്ക് അവനെ കൊണ്ടുവരണം, അതിനു വേണ്ടി എന്ത് ആക്ടിവിറ്റി ചെയ്യിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ നമ്മുടെ മെത്തേഡിലൂടെ മനസ്സിലാക്കി നമുക്ക് വളരെ ഈസി ആയിട്ട് ആ കുഞ്ഞിനെ എഴുതിക്കാം. നിങ്ങളുടെ സീനിയർ ബാച്ചിലുള്ള എല്ലാവരും ഈ മോണ്ടിസോറി മെത്തേഡ് നല്ലപോലെ മനസ്സിലാക്കിയ എല്ലാവരും ടീച്ചിങ് പ്രാക്ടീസിന് പല പല സ്കൂളിൽ ചെന്നപ്പോൾ ഉണ്ടായ അനുഭവം ഇതാണ്. ചിലപ്പോ ചില കുട്ടികൾ ഇങ്ങനെ മാറിയിരിക്കും, മറ്റുള്ള കുട്ടികൾ എഴുതും, ചില കുട്ടികൾ എഴുതില്ല. അപ്പൊ അവിടെ സ്കൂളിലെ ടീച്ചർമാര് നമ്മുടെ ടീച്ചിങ് പ്രാക്ടീസിന് ചെന്ന് നമ്മുടെ ട്രെയിനീസിനോട് കുട്ടികളോട് പറഞ്ഞു, അവനെ നോക്കണ്ട, അവനെ എഴുതില്ല. ആ കൊച്ചിനെ എഴുതിച്ചിട്ടാണ് ഇവര് വരുന്നത്, അതും കൈപിടിച്ചൊന്നുമല്ല എഴുതിക്കുന്നത്. നമുക്ക് അതിനുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കും. ഇവര് ചെയ്തത് നമ്മളുടെ സാൻഡ് പേപ്പർ ഇല്ലേ, സാൻഡ് പേപ്പർ നിങ്ങൾക്ക് അറിയാലോ, നമ്മള് വൈറ്റ് വാഷ്, അതെ അതെ, ഹാർഡ്വെയർ ഷോപ്പിൽ കിട്ടും. ഒരു A4 സൈസിന് 20 രൂപയോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പൊ അതിന് അതെ, അതിന്റെ ടെക്സ്ചർ എങ്ങനെയാ? തൊട്ട എങ്ങനെ ഇരിക്കും? തൊട്ട് നോക്കിയാ ആയിരിക്കും അല്ലെ, റഫ്നെസ് ഉണ്ടായിരിക്കും. നമ്മൾക്ക് മറിയ മോണ്ടിസോറി ആരാന്നൊക്കെ അന്ന് ഫസ്റ്റ് ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, മോണ്ടിസോറി മെത്തേഡിന്റെ ഫൗണ്ടർ ആണ്. മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത ഒരു മോണ്ടിസോറി മെറ്റീരിയൽ ആണ് സാൻഡ് പേപ്പർ കൊണ്ട് ആൽഫബറ്റ്സും നമ്പേഴ്സും. മറിയ മോണ്ടിസോറി മെത്തേഡിൽ കുട്ടികളെ കൈപിടിച്ച് എഴുതിപ്പിക്കുന്ന രീതിയില്ല. നമ്മളൊക്കെ ശരിക്കും പെയിൻ അനുഭവിച്ചിട്ടുണ്ടാവും കുട്ടിക്കാലത്തിലെ, കയ്യിൽ അമർത്തി പിടിച്ച് കുത്തി വരച്ച് എഴുതിപ്പിക്കൂ. നമ്മളുടെ ആ കുഞ്ഞു കൈ എന്ത് വേദനിക്കും. കൊച്ചു കുട്ടികളുടെ വളരെ ടെൻഡർ, വളരെ സോഫ്റ്റ് അല്ലേ, അവരുടെ കൈയൊന്നും അത്ര ഇതായിട്ടുള്ള സ്ട്രോങ് ആയി വരണല്ലേ ഉള്ളൂ, ഒരു ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ആ കുഞ്ഞു കയ്യിലാണ് മുറുക്ക പിടിച്ച് അതുങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കുന്നത്. അതൊക്കെ ആയാൽ ഓക്കെ, നോ പ്രോബ്ലം. ചില കുട്ടികൾക്ക് പിടിച്ചെഴുതിക്കാൻ ഇഷ്ടം കേട്ടോ, അവര് സോഫ്റ്റ് ആയിട്ട് പഠിക്കാനും കുഞ്ഞു കൈയാണ്. അപ്പൊ അത് പതുക്കെ പിടിച്ച് പതുക്കെ നമ്മൾ തൊട്ടില്ല എന്നുള്ള രീതിയിൽ പിടിക്കേ പാടുള്ളൂ. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സാൻഡ് പേപ്പറിൽ ഇതുപോലെ ആൽഫബറ്റ്സും നമ്പേഴ്സ് ആണ് 1 തുടങ്ങിയിട്ട് ഒന്നില്ലെങ്കിൽ 0 to 9, എന്നിട്ട് 1ഉം 0യും ഒരുമിച്ച് വെച്ച് 10 ആക്കോ, അല്ലെങ്കിൽ ഒരുമിച്ച് 10 കട്ട് ചെയ്യോ, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാട്ടോ. അങ്ങനെ ചെയ്തിട്ട് അത് നല്ലൊരു കാർഡ്ബോർഡോ ഹാർഡ് പീസ് ആയിട്ടുള്ള എന്തെങ്കിലും ഇതിനകത്ത് ഒട്ടിച്ച് കുട്ടികൾക്ക് കൊടുക്കുക. അവര് ട്രേസ് ചെയ്യും അതിന്റെ മുകളിൽ കൂടെ. കുട്ടികൾക്ക് സ്മൂത്ത്നെസ്സിനേക്കാളും ഭയങ്കര ഇഷ്ടം റഫ് ആയിട്ടുള്ള സർഫസിലൂടെ വിരലോടിക്കാനാണ്. ട്രേസ് ചെയ്ത് കുറെ കഴിയുമ്പോൾ അവരവരുടെ സ്ലേറ്റിലേക്കോ ബുക്കിലേക്കോ ഈ ലെറ്റർ എഴുതാൻ തുടങ്ങും. അവര് പണ്ട് തുടങ്ങി അവർ പറയണത് എന്താ, ഞാൻ A വരച്ചു, ഞാൻ B വരച്ചു. അപ്പൊ ഡ്രോയിങ് എന്നുള്ള കൺസെപ്റ്റ് ആണല്ലോ ആദ്യം വരുന്നത്. നമ്മള് കുട്ടികളെ നമ്മളുടെ ബിലീഫ് അനുസരിച്ച് എഴുത്തിനിരുത്തുന്നതിന് മുമ്പ് കുട്ടികളിൽ വരുന്ന ഡ്രോയിങ്, അവര് ആ ട്രേസ് ചെയ്യുന്നത് ഇവരുടെ ബ്രെയിനിലേക്ക് ആ ഇംപ്രഷൻസ് പോകും. കാരണം ഇവരുടെ ഫിംഗർ ടിപ്സിൽ ഒരു ടിംഗ്ലിംഗ് എഫക്റ്റാ, ഒരു ഇക്കിടി പോലെ, മീൻസ് ഇതിന്റെ റഫ്നെസ് ഉണ്ടല്ലോ. അപ്പൊ പെട്ടെന്ന് തന്നെ ഈ ലെറ്ററിന്റെ ഇംപ്രഷൻ ഇവരുടെ ബ്രെയിനിലേക്ക് ചെല്ലും. അപ്പൊ അത് അവർ അങ്ങനെ തന്നെ ട്രേസ് ചെയ്ത് അങ്ങനെ തന്നെ അവർ പിന്നെ ബുക്കിൽ എഴുതാൻ തുടങ്ങും. അങ്ങനെ ആണ് ശരിക്കും ഓട്ടോ എഡ്യൂക്കേഷൻ ആണ് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. തന്നെ പഠിക്കുകയാണ്, അവിടെ നമ്മളൊന്നും ചെയ്തില്ല. നമ്മൾ എന്താ ചെയ്തത്, ആ കുട്ടിക്ക് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തു. കുട്ടി അത് ട്രേസ് ചെയ്ത് അന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും അവൻ ബുക്കിൽ എഴുതാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മുടെ ട്രെയിനീസ് എല്ലാം ടീച്ചിങ് പ്രാക്ടീസിന് ഇതുപോലെ സ്കൂളുകളിൽ പോയി ഇതുപോലെ ചലഞ്ചസ് വന്നപ്പോൾ അവർ ഈസി ആയി കുഞ്ഞുങ്ങളെ എഴുതിപ്പിച്ചത്. അപ്പം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോണ്ടിസോറി മെറ്റീരിയൽ ആണ് ഈ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് ലോ കോസ്റ്റിൽ ഉണ്ടാക്കാം. പിന്നെ എല്ലാ മെറ്റീരിയൽസും നമുക്ക് വാങ്ങാൻ പറ്റില്ല, ഭയങ്കര കോസ്റ്റ്ലി ആണ്. നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്, നിങ്ങൾക്ക് അത് ക്ലാസ് ഉണ്ടാകും. അത് മോഡ്യൂൾ 3 ആകുമ്പോഴാട്ടോ. അപ്പൊ ഇതുപോലെ സ്കൂളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കാണ് മെറ്റീരിയൽസ് എല്ലാം വാങ്ങേണ്ടതുള്ളൂ. അല്ലാത്തതെല്ലാം നമുക്ക് ലോ കോസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്നതെല്ലാം നമുക്ക് ഉണ്ടാക്കാം. അതിലൊന്നാണ് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. അതുപോലെ ബാക്കിയെല്ലാം ടീച്ചർമാര് പറഞ്ഞു തരും.
ഇതിപ്പോ ഞാൻ ജസ്റ്റ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് വന്നപ്പോ ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് പാർട്ടില് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഒക്കെ ആവുമ്പോഴേക്കും നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, അത് ഇപ്പൊ നമ്മൾ ഓർക്കണ്ടാവൂലേ, നമ്മൾ നമ്മുടെ മക്കളെ എങ്ങനെയാ പഠിപ്പിച്ചേ, ഫോഴ്സ്ഫുള്ളി കൈ പിടിപ്പിച്ചു, അന്ന് വേണ്ടിയിരുന്നില്ല എന്നൊക്കെ തോന്നും. നമ്മൾ വീട്ടിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ മക്കൾ അടുത്ത് ചെറിയ മക്കളൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ വന്ന് അവർ തന്നെ താൻ ഈ ആക്ടിവിറ്റി ചെയ്യും. ശരിക്കും അതാണ് നമ്മുടെ ഒരു ലേണിംഗ് പ്രോസസ്സ് കേട്ടോ. കാരണം നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാവും കുട്ടികൾ ഇത് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ. പല ആക്ടിവിറ്റീസും കുട്ടികളെ കൊണ്ട് ചെയ്യിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ അത് ഒബ്സർവ് ചെയ്യണം. നമ്മൾ ഒരു മോണ്ടിസോറി ടീച്ചർ നമ്മൾ പറയാറില്ല, ഫെസിലിറ്റേറ്ററിനെ പറയുള്ളൂ. ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ ട്രെയിനറുടെ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആളുടെ മെയിൻ ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. അവരെ ഫോഴ്സ്ഫുള്ളി ഓരോ കാര്യങ്ങളും ചെയ്യിക്കുക എന്നുള്ളതല്ല, അവരെ ഒബ്സർവ് ചെയ്യുക. ഓക്കെ ഓക്കെ അപ്പൊ ഇത് അപ്പൊ ഹെൽത്തിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു. ഹെൽത്ത് എഡ്യൂക്കേഷൻ, നമ്മൾക്ക് ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ നമുക്ക് കുറേ അവയർനെസ് കിട്ടും അല്ലെ. ഇപ്പൊ കോവിഡ് സമയത്ത് പല രീതിയിലുള്ള അവയർനെസ് പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു. അതായത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്തോരം വീഡിയോസും അതിൻ്റെതായ എന്താ പറയാ ക്രിയേറ്റ് ചെയ്ത സോങ് വീഡിയോ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. ഹോസ്പിറ്റലുകളിൽ മുഴുവൻ ചാർട്ടൊക്കെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. പിന്നെ ചില ഓഡിയോ മെസ്സേജ് ഫോണിൽ ആരെങ്കിലും വിളിക്കാൻ തുടങ്ങുമ്പോഴേ നമുക്ക് ഈ ഒരു പ്രീ കോളം മെസ്സേജ് ഒക്കെ കിട്ടുമായിരുന്നു അല്ലെ. അതുപോലെ ആ കോവിഡ് സമയത്ത് അങ്ങനെ കുറെ ഇൻഫർമേഷൻസ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ലോക്കൽ അതോറിറ്റികളിൽ നിന്നും പിന്നെ ആശാ വർക്കർ അങ്ങനെ ഇങ്ങനെ അവരുമായിട്ട് കണക്ട് ചെയ്യുന്ന പല ഇതുപോലെ വോളണ്ടിയേഴ്സ് എല്ലാം നമ്മൾക്ക് പല അവയർനെസ് തന്നു. ഈ അവയർനെസ് കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മളത് കേട്ടു, നമുക്ക് വഴി കേട്ട് ഈ ചെവിയിലൂടെ കളയാം അല്ലേ. അതേസമയം നമ്മളത് നമ്മളുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുവാണ്. ഇത് ഞാൻ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ എന്റെ ഹെൽത്ത് അല്ലെങ്കിൽ എന്റെ ഫാമിലിയുടെ, എന്റെ ചുറ്റുമുള്ളവരുടെ, കമ്മ്യൂണിറ്റിയുടെ ഹെൽത്ത് നന്നായിരിക്കും, അല്ലെങ്കിൽ ഞാൻ പോകുന്ന സ്കൂളിലെ കുട്ടികളുടെ സ്കൂളിലെ ഒക്കെ ഹെൽത്ത് നന്നായിരിക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നത് ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ അവയർനെസ് നമുക്ക് കിട്ടുന്നു. ഇത് ഞാൻ എന്റെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഹെൽത്ത് എന്നുള്ളത് കംപ്ലീറ്റ് ആവുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മൾക്ക് എന്തറിയാം എന്നതിന്, അതിനെക്കുറിച്ച് നമുക്ക് എന്തറിയാം എന്നുള്ളതല്ല, അത് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നതിലാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്കറിയാം രാവിലെ എണീറ്റ് നല്ലതുപോലെ ബ്രഷ് ചെയ്യണം, രാത്രി കിടക്കുന്നതിന് മുമ്പ് നല്ലതുപോലെ ബ്രഷ് ചെയ്യണം. ദാറ്റ് ഇസ് ഗുഡ് ഫോർ അവർ ഓറൽ ഹെൽത്ത് അല്ലെ. ആ ഒരു പല്ലുകളുടെ ആരോഗ്യത്തിനും ആ ഓറൽ ഹെൽത്തിനും നല്ലതാണ്. അറിയാം, പക്ഷെ ഞാനത് ചെയ്തില്ലെങ്കിൽ എനിക്ക് ആ ഓറൽ ഹെൽത്ത് കിട്ടുമോ? ആ ഓറൽ ഹെൽത്ത് കിട്ടണമെങ്കിൽ എന്റെ വായ അല്ലെങ്കിൽ പല്ലുകളെല്ലാം നല്ല വൃത്തിയായിട്ടിരിക്കണമെങ്കിൽ ഞാൻ രാവിലെയും വൈകിട്ടും നല്ലതുപോലെ ബ്രഷ് ചെയ്യും. ഇൻ ബിറ്റ്വീൻ ഞാൻ സ്വീറ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ പല്ലിന്റെ ഇടയിൽ കയറുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഭക്ഷണം കഴിക്കുവാണെങ്കിലും ഞാൻ നല്ലതുപോലെ വാ ക്ലീൻ ആക്കേണ്ടിയിരിക്കും. നമ്മൾ വിചാരിക്കും ഊണ് മെയിൻ മീൽസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ വാ കഴുകുക. ഇതിനിടയ്ക്ക് നമ്മളൊരു ടോഫി കഴിച്ചു, ഒരു മിഠായി കഴിച്ചു, നമ്മൾ നല്ല കുട്ടികളാണെങ്കിലും പിന്നെ ഒരു ജ്യൂസ് കഴിച്ചു, അതിലൊക്കെ സ്വീറ്റ് കണ്ടന്റ് ഉള്ളതാണ് അല്ലെ. അപ്പൊ സ്വീറ്റ് ആയിട്ടുള്ളത് പോകുമ്പോഴും നമ്മുടെ പല്ലിന്റെ ഇടയിലൊക്കെ അത് കയറി അതിന്റെ ഒരു അംശമൊക്കെ ഇരിക്കുക, പല്ല് കേടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മൾ ഫോളോ ചെയ്യണം. നമ്മൾ ചെയ്യുന്നതേ കുട്ടികൾ ഫോളോ ചെയ്യുള്ളൂ. അവര് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കും. എപ്പോഴും നമ്മളെ റോൾ മോഡൽ ആക്കാതെ, ഓ മിഠായി കഴിച്ചിട്ട് അമ്മ പല്ല് വാ കഴിക്കില്ലല്ലോ, സോ ഞാൻ എന്തിനാ ചെയ്യേണ്ടത്, അങ്ങനെ ഒരു ഇത് വരും. കുട്ടികളിൽ എപ്പോഴും വരുന്നതാണ് പല്ലിന്റെ പ്രശ്നം, പല്ല് കേടാവുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഡിസീസിൽ നിന്നും ഫ്രീ ആകുക എന്നുള്ളതല്ല, നമ്മൾക്ക് കിട്ടുന്ന ഹെൽത്ത് റിലേറ്റഡ് അവയർനെസ് നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്ത് അതിന്റെ ഔട്ട്കം ശരിയായി വരുന്നതാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഹെൽത്തും ഹൈജീനും കണക്റ്റഡ് തന്നെയാണ്. പക്ഷെ ഞാൻ ഹെൽത്തി ആയിരിക്കണമെങ്കിൽ ആ ഒരു ഔട്ട്കം, ആ ഒരു ഗോളിലേക്ക് ഞാൻ എത്തണമെങ്കിൽ ഞാൻ പോകേണ്ട റൂട്ടാണ് ഹൈജീൻ അല്ലെ. നമുക്ക് ഹെൽത്തി ആയിരിക്കണമെങ്കിൽ നമ്മൾ പോകേണ്ട വഴി ഏതാ? ഹൈജീൻ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ. സോ രണ്ടും തമ്മിലുള്ള കണക്ഷൻ അതാണ്. ഒന്ന് മീൻസ് ആണെങ്കിൽ ഒന്ന് റൂട്ടാണ്. അതായത് ഒന്ന് ലക്ഷ്യമാണെങ്കിൽ മറ്റത് മാർഗമാണ്. ഇവിടെ മാർഗം ഹൈജീനും ലക്ഷ്യം ഹെൽത്തും. ക്ലിയർ ആയോ? Yes, ma'am. Yes, ma'am.
ഹൈജീൻ എന്നുള്ള വേർഡ് ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഡെറൈവ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. കാരണം ഗ്രീക്ക് ഇതിൽ കുറെ ഗോഡും ഗോഡസും ഒക്കെ ഉണ്ടല്ലോ, ഇവരുടെ പേരുകളാണ് പലതിനും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഗോഡസ് ഓഫ് ഹീലിംഗ് അവരുടെ പേരിൽ നിന്ന് ഡെറൈവ്, എന്താ പേരെന്ന് എനിക്കറിയില്ല കേട്ടോ, ഗോഡസ് ഓഫ് ഹീലിംഗ് അതിൽ നിന്ന് ഡെറൈവ് ചെയ്ത് ആണ് ഹൈജീൻ എന്നുള്ള വാക്ക്. ആൻഡ് ഓൾസോ ഈ ഹെൽത്തും. പിന്നെ ഹെൽത്ത് ആൻഡ് ഹൈജീൻ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ, കാരണം അവർക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരൂലേ. ഒരു ഇമ്മ്യൂണിറ്റി ഒന്ന് ആയി വരണമെങ്കിൽ അവരൊന്ന് അഡോളസൻസ് ആ ഒരു 6 years ഒക്കെ കഴിയണം. അതുവരെ ഇവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും, എപ്പോഴും പനി വരും അല്ലെ. അങ്ങനെ അത് കൊണ്ടാണ് ആ ഒരു ഏജിലൊക്കെ ഇവർക്ക് വാക്സിനേഷൻ കൊടുക്കുന്നത്. വാക്സിനേഷൻ കൊടുത്താലും പലപ്പോഴും ആ അസുഖങ്ങൾ വരാറുണ്ട്. അപ്പോ അതിലും കാര്യമില്ല എന്നല്ല, കാരണം വെച്ചാൽ ഈ MMR വാക്സിനേഷൻ ഉണ്ടായിരുന്ന സമയത്ത് മംസ്, മീസിൽസ്, റുബല്ല ഈ 3 അസുഖങ്ങൾ കോവിഡുള്ള വാക്സിനേഷൻ ആണ്. അത് എന്റെ മോൻ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവന് പക്ഷെ മംസ് വന്നു. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ ഞാൻ ഈ വാക്സിനേഷൻ എടുത്തതാണല്ലോ, എന്നിട്ട് എന്താ കുട്ടിക്ക് മംസ് വന്നേന്ന് ചോദിച്ചു. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞത് 1000-ൽ ഒരാൾക്ക് വരുന്നതാണ്. അവൻ ആ ഒരു 1000-ൽ ഒരാളായി പോയി. അതുകൊണ്ട് നമുക്ക് വരില്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ചാൻസ് വളരെ ലെസ് ആണ്. പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ നിന്നിപ്പോ മംസിന്റെ വാക്സിനേഷൻ എടുത്തു കളഞ്ഞു. MR മാത്രമേ ഉള്ളൂ, മീസിൽസ്, റുബല വാക്സിൻ മാത്രമേ ഉള്ളൂ. പ്രൈവറ്റിലുണ്ടെന്നാണ് കേട്ടത്. അത് കഴിഞ്ഞപ്പോഴാണ് ഭയങ്കരമായിട്ട് മംസിന്റെ ഔട്ട് ബ്രേക്ക് തുടങ്ങിയത്. അപ്പൊ എന്റെ ചേച്ചി നേഴ്സാട്ടോ, ഞാൻ ചേച്ചിയോട് ചോദിച്ചു, കാരണം നമ്മളുടെ ഈ മോണ്ടിസോറി ബാച്ചിൽ പല ട്രെയിനീസിനും പലർക്കും മംസ് വന്നു തുടങ്ങി. അപ്പൊ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ഇതെന്തെങ്ങനെ എന്റെ ബാച്ചിലെ കുട്ടികൾക്കൊക്കെ മംസ് ആണ് അമ്മമാർക്ക്. അപ്പോഴാ പറഞ്ഞത് ആ ഒരു വാക്സിനേഷൻ കഴിഞ്ഞപ്പോ ഈ കുട്ടികൾക്ക് ഇൻഫെക്ഷൻ കൂടാൻ തുടങ്ങിയത്. അതാണ് അമ്മമാരിലേക്ക് സ്പ്രെഡ് ആയത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചേച്ചിയുടെ ഹസ്ബൻഡ്, ചേട്ടനും നഴ്സാണ്, ചേട്ടൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണല്ലോ. അപ്പൊ ചേട്ടനും ഇതുപോലെ ഇൻഫെക്റ്റഡ് ആയി, ഹോസ്പിറ്റലിൽ നിന്ന് ആയിരുന്നു കിട്ടി. ഭയങ്കര വായൊന്നും തുറക്കാൻ പറ്റണ്ടായില്ല, അത്രയ്ക്ക് പെയിൻ. ചേച്ചി നോക്കുമ്പോ വായുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ ബ്ലഡ് സെൽസ് പോലെ ഇങ്ങനെ ചുമന്നിങ്ങനെ വരിക. ഇപ്പൊ കുട്ടി പോവും ആ ഒരു രീതിയിൽ. ഒന്നും ഇറക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അത്രയ്ക്ക് സിവിയർ ആയിട്ട് കണ്ടിട്ടില്ല എന്ന് പറയുമായിരുന്നു. അപ്പൊ മംസ് പൊതുവെ ആൺകുട്ടികൾക്ക് വരുമ്പോൾ ഇവരുടെ ഇൻഫെർട്ടിലിറ്റിയെ ബാധിക്കുന്നതാണ് പറയുന്നത്. പെൺകുട്ടികളെക്കാളും ഇത് ആൺകുട്ടികൾക്കാണ് ഇച്ചിരി പ്രശ്നം വരിക എന്ന് പറയും. അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട് മംസിന്. ശ്രദ്ധിക്കുക. ഇപ്പൊ വെക്കേഷൻ ആണ്, നമ്മുടെ മക്കളെയൊക്കെ ശ്രദ്ധിക്കുക. ഈവൻ ദോ ലൈക്ക് അവർ കളിക്കാനൊക്കെ പുറത്തു പോകും, അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ പുറത്തു പോകുമ്പോ പല ഭക്ഷണങ്ങൾ കഴിക്കും, എന്തെങ്കിലുമൊക്കെ ജ്യൂസ് പോലെയൊക്കെ പുറത്തുനിന്നൊക്കെ കുടിക്കുമ്പോ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ അത് മാത്രമല്ല, നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു തിരക്ക് വരുമ്പോ കുട്ടികളെ ഫ്രണ്ട്സിന്റെ വീട്ടിലാക്കുകയോ കസിന്റെ വീട്ടിലാക്കുകയോ റിലേറ്റീവ്സിന്റെ വീട്ടിലാക്കുകയോ അങ്ങനെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോവുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെയധികം ഉറപ്പ് വരുത്തുക. നമുക്ക് അത്രയും വിശ്വാസമുള്ളവരായിരിക്കണം എന്നുള്ളത്. അറിയാലോ കാര്യങ്ങളെല്ലാം. പ്രത്യേകിച്ചും ആൺകുട്ടികളൊന്നും ഓപ്പൺ അപ്പ് ആയിട്ട് പറയില്ല. ആ ഒരു രീതിയിലായിപ്പോയി അവരുടെ ഒരു ലൈഫ് സ്റ്റൈലേ. അപ്പൊ അവർക്ക് ആ ഒരു സ്പേസ് നമുക്ക് എപ്പോഴും കൊടുക്കണം. ആൺമക്കളാണെങ്കിലും പെൺമക്കളാണെങ്കിലും, പെൺകുട്ടികൾ പിന്നെയും പറയുന്നതാണ് എനിക്ക് തോന്നുന്നത്. അവര് സപ്രസ് ചെയ്യും ആൺമക്കള്. അപ്പൊ അവര് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് എന്താണെങ്കിലും വന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യണം. അത് നമ്മുടെ ബ്രദർ, ചെറിയൊരു ബ്രദർ ആണെങ്കിലും, നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിലും, വീട്ടിലെ മറ്റു കുഞ്ഞുങ്ങളാണെങ്കിലും, ആരാണെങ്കിലും ആ ഒരു സ്പേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മളുടെ അടുത്ത് വന്ന് പറയും. പറയാൻ പറ്റാതെ അവർ പലപ്പോഴും സപ്രസ് ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു പണ്ടൊക്കെ നാട്ടിലൊക്കെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൺകുട്ടികളെ കരയാനായിട്ട് തുടങ്ങുമ്പോഴേക്കും നീ ആണല്ലേ, പെൺകുട്ടിയെ പോലെ കരയാൻ പാടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇതാക്കുമ്പോഴേക്കും കുട്ടികൾ ഇവരുടെ ഇമോഷൻസ് പലതും സപ്രസ് ചെയ്യും. അതേ സമയം അവർക്ക് ഒരു വിഷമം വരുമ്പോൾ അവർക്ക് അറിയാനുള്ള ഒരു സ്പേസ് അവർക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവരങ്ങ് റിലാക്സ്ഡ് ആവും. അവർ മാത്രമല്ല, നമുക്കും ഒരു സങ്കടം വരുമ്പോൾ നമ്മൾക്കത് എക്സ്പ്രസ് ചെയ്ത് കളയാൻ പറ്റുവാണെങ്കിൽ, വെന്റിലേറ്റ് ചെയ്ത് കളയാൻ പറ്റുവാണെങ്കിൽ നമ്മളും റിലാക്സ്ഡ് ആവില്ലേ. ഈ ആൺകുട്ടികൾ ഇങ്ങനെ ചെറുപ്പം തുടങ്ങി ഇത് കേട്ട് ഇവരത് എക്സ്പ്രസ് ചെയ്യില്ല. എക്സ്പ്രസ് ചെയ്യാതെ വരുമ്പോൾ ഇവർക്ക് ഇത് എങ്ങനെയെങ്കിലും കൊണ്ട് താക്കാനായിട്ട് ഇവര് ചിലപ്പോൾ വേറെ എന്തിനെങ്കിലൊക്കെ അങ്ങോട്ട് ഡിപ്പെൻഡ് ചെയ്യും. അത് ചിലപ്പോൾ ശരിയല്ലാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും ആയി പോകാം. അതുകൊണ്ട് നമ്മുടെ ആൺ പെൺ ആ ഒരു ഡിസ്ക്രിമിനേഷൻ ഒന്നും വേണ്ട. എവ്രിബഡി ഹാസ് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്. എല്ലാവർക്കും ദേഷ്യവും സങ്കടവും സന്തോഷവും എല്ലാം വരുന്നുണ്ട്. സോ അതെല്ലാവർക്കും അവരുടേതായ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റണം.
ആ രീതിയിലുള്ള സ്പേസ് ക്രിയേറ്റ് ചെയ്യുക. വെക്കേഷൻ ആണ്, എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഹെൽത്തിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞത്. അപ്പൊ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് നമുക്ക് സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ്. അതായത് നമ്മളുടെ അവയർനെസ് മാത്രമല്ല, നമ്മളത് ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുന്നതും കൂടെ ആകുമ്പോഴാണ് അതിന് ഫുൾ ഒരു ഔട്ട്കം കിട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾക്ക് ഹെൽത്തിലേക്ക് എത്താനുള്ള നമ്മളുടെ മാർഗം, റൂട്ടാണ് ഹൈജീൻ. ഹെൽത്ത് നമ്മളുടെ ഗോളാണ്, ലക്ഷ്യം, എയിം ആണെങ്കിൽ, നമ്മുടെ ഔട്ട്കം ആണെങ്കിൽ അതിലേക്കുള്ള വഴി ഹൈജീനിലൂടെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഇത് വായിക്കാൻ നേരത്ത് ദക്ഷ വായിക്കാന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നി. സോ നെക്സ്റ്റ് പാർട്ട് ദക്ഷ വായിക്കാമോ? ഷാൻ തന്നെയാണോ? അതിൽ കണ്ട പേരാണ് ഞാൻ വിളിച്ചത്. ചിലത് മക്കളുടെ പ്രൊഫൈലൊക്കെ അങ്ങനെ ഉണ്ടാവും, അതുകൊണ്ട് ചോദിച്ചത്. വായിക്കട്ടെ മാം. വായിച്ചോളൂ. Scope of health education. Health education includes the following subjects: knowledge about food items and their input of the proper growth and development of the body. Second one, assurance of pure and clean water, fresh air, proper rest, physical exercise, recreation, sleep. Next, bad habits like smoking, drinking, and taking drugs and their evil effect on health, build and mental damage caused to the individual as well as the society. Cause of various illness and means of their prevention, mental health, domestic hygiene, community hygiene, sex hygiene, etc. The importance of the first aid is necessity. The knowledge. Okay. ഓക്കെ, സോ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ കുറച്ച് പോയിന്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഇതൊന്നുമല്ല, ഇതിങ്ങനെ വാസ്റ്റ് ആയിട്ടാണ്, നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. അപ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അത് നമ്മുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും ശരി, സോഷ്യൽ ഇമ്പോർട്ടൻസ് അതിൽ വരുന്ന നമ്മുടെ ആ ഒരു സൊസൈറ്റിയിലേക്ക് വരുമ്പോഴാണെങ്കിലും ശരി, അതിനെക്കുറിച്ച് നമ്മളെ റിയലൈസ് ചെയ്യിക്കുക. അതാണ് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ആ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കി, ഇത് അപ്ഡേറ്റഡും ആണ്. ഓരോ അസുഖങ്ങളുടെ ഔട്ട്ബ്രേക്ക് വരുമ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മളുടെ ആ ഒരു റിയലൈസേഷൻ ഒക്കെ വരുന്നത്. ഇനി എന്തൊക്കെയാണ് അതിൽ വരുന്നത്? ഹെൽത്ത് എഡ്യൂക്കേഷനിൽ നമുക്ക് തരുന്ന അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഐറ്റംസ്, എന്തൊക്കെ ഭക്ഷണം എടുക്കണം. ഇപ്പൊ ഹോസ്പിറ്റലുകളിലൊക്കെ ഡയറ്റീഷ്യൻ ഉണ്ടല്ലേ, നമുക്ക് പെട്ടെന്നൊരു ഒരു ഡിസീസ്, ഒരു മെഡിക്കൽ കണ്ടീഷൻ, നമ്മുടെ ബോഡിയുടെ ഒരു കണ്ടീഷൻ ഇച്ചിരി മോശമായി എന്ന് വരുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് അവരൊരു ഡയറ്റ് നമുക്ക് തരും. എന്തൊക്കെ ഭക്ഷണം കഴിക്കണം, അത് ഏത് സമയത്ത്, ഏതളവിൽ, അങ്ങനെ രീതിയിലൊക്കെ തരും. അതേസമയം ഹെൽത്തി ആണ് ആള്, അസുഖങ്ങളൊന്നും ഇല്ല എങ്കിൽ നമ്മൾക്കറിയാം എങ്ങനെ ഭക്ഷണത്തിന്റെ ആ ഒരു ഇൻടേക്ക്, അമിതമായ ആഹാരം കഴിച്ചാൽ തന്നെ നമുക്ക് അസ്വസ്ഥതയാണല്ലേ, അത് ഡൈജസ്റ്റ് ആവുന്നവരെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിൻ പോലെയാണ്, 7 സിന്നിലെ ഒന്നാണെന്ന് തോന്നുന്നു അമിത ആഹാരം കഴിക്കുന്നത്. അതൊരു മൂവിയിൽ ഞാൻ കണ്ടതാണ്. ഓക്കെ, അപ്പൊ കഴിക്കേണ്ട ഭക്ഷണം, അത് പ്രോപ്പർ ആയിട്ട് അത് എങ്ങനെ എടുക്കണം, അത് നമ്മളുടെ ഹ്യൂമൻ ബോഡിയുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് അതിന്റെ ഇമ്പോർട്ടൻസ്. ഇപ്പൊ പലപ്പോഴും ഈ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നവരായത് ഈ ബോഡി വെയിറ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പലരും കാർബോഹൈഡ്രേറ്റ്സ് കുറച്ചിട്ട് ഇതുപോലെ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഭക്ഷണം, യൂറിക് ആസിഡ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് അത് പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ, യൂറിക് ആസിഡിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ പ്രോട്ടീൻ അങ്ങനെ അധികം കഴിക്കാൻ പാടില്ല. അപ്പൊ അത് നോക്കി പ്രോട്ടീൻ കൂടുതൽ കഴിക്കും, അങ്ങനെ കാണാം. അങ്ങനെയൊക്കെ അങ്ങനെ ഫാസ്റ്റിംഗ് എടുക്കുന്നവരുണ്ട്. പിന്നെ നമ്മൾ നോമ്പ് സമയത്ത് ഫാസ്റ്റിംഗ് എടുക്കുന്നതും അതും ഇതുപോലെ പല കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ചെയ്യും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ ചിലപ്പോൾ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് ലേറ്റ് ആയി 9 മണി അല്ലെങ്കിൽ 10 മണി, 11 മണി, ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും കൂടെ ചേർത്തിട്ട് ബ്രഞ്ച് എന്നുള്ള രീതിയിൽ 11:30 അങ്ങനെയൊക്കെ എടുക്കുന്ന ഒരു ശീലങ്ങളൊക്കെ ഉണ്ടാവും പലർക്കും. അപ്പൊ ഇത് അങ്ങനെയല്ല. ഉണ്ടോ ഷുഗർ ഡയറ്റ്? അതെ, 7 o'clock നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 3 o'clock അല്ലെങ്കിൽ 4 o'clock ആകുമ്പോഴേക്കും ഡിന്നർ കൊണ്ട് അവസാനിപ്പിച്ച് പിന്നെ ആഫ്റ്റർ 4 o'clock നമുക്ക് ഓൺലി വാട്ടർ,
അപ്പൊ ഇവിടെ കാർബ് കുറച്ച് പ്രോട്ടീൻ കണ്ടന്റ്, നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ, ഇപ്പൊ മീറ്റ് ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ ചിക്കൻ കറി അങ്ങനെയൊക്കെ കഴിക്കാം, ഫിഷ് അതൊക്കെ കഴിക്കാം. അങ്ങനെ ഇഷ്ടപ്പെട്ട ഭക്ഷണം എല്ലാം നിറയെ കഴിക്കാം, പക്ഷെ കാർബ് കുറയ്ക്കുക എന്നുള്ളത്. റെഡ് മീറ്റ് ഒഴിവാക്കുക, മാക്സിമം ഒഴിവാക്കുക, അല്ലെങ്കിൽ വല്ലപ്പോഴും എന്നുള്ള രീതിയിലാക്കി അങ്ങനെ രീതിയിൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവരുണ്ട്. ഇത് ചെയ്യുമ്പോൾ ഷുഗർ കണ്ടന്റും ഇല്ലാതെ ഉപേക്ഷിക്കുക. ചിലർക്കത് പറ്റില്ല എന്ന് പറയുമ്പോൾ ആ മോർണിംഗ് ചായ അതങ്ങ് കഴിക്കും, അല്ലെങ്കിൽ കോഫി. എനിക്ക് കിട്ടിയൊരു സജഷൻ ഇതാണ്, കോഫി ബ്ലാക്ക് കോഫി കഴിക്കുക. ഏതൊരു ബ്രാൻഡിന്റെ പേരും ആ സാറ് പറഞ്ഞു തന്നിരുന്നു, മറന്നുപോയി. അങ്ങനെയൊക്കെ നോക്കി 1 month കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ആ വ്യത്യാസം വരുന്നത്. ഫാറ്റ് ഡെപ്പോസിഷൻ ചില ഭാഗങ്ങളിൽ ഭയങ്കര ഫാറ്റ് ഡെപ്പോസിഷൻ ആണല്ലോ, നമ്മുടെ ടമ്മി വയറിന്റെ ഭാഗത്തൊക്കെ, അപ്പൊ അതൊക്കെ കുറയും. അങ്ങനെ നമ്മുടെ ആ വേസ്റ്റിന്റെ ഭാഗമൊക്കെ ഒതുങ്ങും എന്നാണ് പറഞ്ഞത്. ഞാൻ പക്ഷെ ട്രൈ ചെയ്തിട്ടില്ല. ഐ വിഷ് ടു ഡു, ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അതിലേക്ക് എത്തണം. ഓക്കെ, സൈൻ ഔട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. യെസ് പ്ലീസ്. ഇന്ന് നമ്മുടെ ക്ലാസ്സിലെ ആര്യയുടെ ബർത്ത്ഡേ ആണ് മാം. ഓ, ആര്യ ഉണ്ടോ അവിടെ? ഉണ്ട് മാം. ഉണ്ടോ? ഓക്കെ ആര്യ, വെരി വെരി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു മാം. ആദ്യമായിട്ടാ ഇത്രയും തോനെ ബർത്ത്ഡേ വിഷ് കിട്ടുന്നത്. കേരളത്തിലൊട്ടാകെയുണ്ട് ബർത്ത്ഡേ വിഷ്. കൊല്ലത്താണോ സ്ഥലം? കൊല്ലമാണോ സ്ഥലം? അല്ലല്ല, ട്രിവാൻഡ്രം. ട്രിവാൻഡ്രം. ഓക്കെ, അപ്പൊ എന്താ പ്ലാൻ? എന്താ പ്ലാൻ കുറിച്ച് പറഞ്ഞുകൊണ്ട് ആര്യ പുറത്തൊക്കെ പോയി ഭക്ഷണം കഴിയാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അതൊക്കെ വേണ്ടെന്ന് വെച്ചോ? ഇല്ല, ഒന്നുമില്ല. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. വൺസ് ഡേ വൈൽ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു റെസ്റ്റോറന്റ് ഒക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. Okay. Okay, anyway, enjoy. Thanks to our day, please. Okay, thank you so much. Sign out and all. Bye. Thank you, ma'am. 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 Bye. Thank you, ma'am. Thank you, ma'am. Thanks, ma'am. ഉണ്ടോ? പറയുന്നു. ആദ്യം ചേച്ചിപ്പോ കേട്ടില്ലെങ്കിൽ. Okay, thank you for the today's section. Gratitude for our teacher and classmates. Ending here for today. Okay then, so next week കാണാം. Okay, bye. Bye, ma'am. Okay, thank you, ma'am. Thank you, ma'am. Happy Vishu. താങ്ക് യു. എല്ലാവർക്കും എന്റെയും വിശ്വാസങ്ങൾ. ഈസ്റ്ററിന് മുമ്പ് നമ്മൾ കാണുമായിരിക്കുമല്ലോ, അപ്പൊ ഈസ്റ്റർ പറയാം. Okay. Thank you, ma'am.